ശതധാരമുത്സമഃ ക്ഷീയമാണം വിപശ്ചിതം പിതരം വക്ത്വാനാം മേളിം മദന്തം പിത്രോരുപസ്ഥേ തം രോദസീ പിബൃതം സത്യവാചം. ഓം ഗും ഗുരുഭ്യോ നമഃ. ബ്രഹ്മരന്ധ്രസരസീരുഹോദളേ നിത്യലഗ്നമവദാതമദ്ഭുതം കുണ്ഡലീകനകകാണ്ഡശോഭിതം ദ്വാദശാർണ സരസീരുഹം ഭജേ. ഓം നമോ നമഃ ശ്രീ ഗുരുപാദുകഭ്യാം. ഓം ധന്യം സദ്ഗുരുനാഥാശരണം. സർവചൈതന്യരൂപാം താം ആദ്യാം വിദ്യാം ച ധീമഹി ബുദ്ധിം യാനഃ പ്രചോദയാത്. അരുണകിരണജാലൈരഞ്ജിതാശാവകാശാം വിധൃതജപപടീകാ പുസ്തകാ വേദഹസ്താം ഇതരവരകരാഢ്യാ ഭുല്ലകൽഹാരസംസ്ഥാം നിവസതു ഹൃദി ബാലാം നിത്യകല്യാണശീല. ഓം ഐം ഹ്രീം ക്ലീം ചാമുണ്ഡായൈ വിച്ഛേ നമഃ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരകഃ വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. സായന്തനത്തിൽ വനഭൂമിയിൽ നിന്നു വേണുവായിച്ചു കൊണ്ടു രസമായി പ്രിയരോടുകൂടി മായൂരബർഹമളകത്തിലണിഞ്ഞുകൊണ്ട് മായാസ്വരൂപി വരുമാവരവ് എന്നു കാണും. കാലിൽ കളിച്ച തള രാധിക തന്നരഞ്ഞാൾ നൂലിൽ പിടിച്ച വികൃതിത്തരമുള്ള കൈകൾ പാലിൽ കുഴച്ചൊരധരം നവയൗവനത്തിൽ ചേലിൽ തഴച്ച തിരുമൈ ഇവയെന്നു കാണും. ഊറുന്ന പുഞ്ചിരി പതുക്കനെ മാറുപറ്റിക്കേറുന്ന യൗവനവിലാസ വസന്തലക്ഷ്മി പാറുന്ന പീലി കളകൂചിത വേണു കാറായി മാറുന്ന മെയ്യഴകു ഞാനിവയെന്നു കാണും. ധന്യ സദ്ഗുരുനാഥാശരണം. പൊന്നുഗുരുവായൂരപ്പാശരണം. ശ്രീകൃഷ്ണാശരണം. അമ്മേ മൂകാംബികേ ശരണം. രാധികാശീവനസ്മരണം. ജയ ജയ രാധേശ്യം. ഹേ നിത്യനികുഞ്ചവിഹാരിണ്യേ. ആത്മസ്വരൂപികളും പ്രേമസ്വരൂപികളുമായിട്ടുള്ള എല്ലാ സജ്ജനങ്ങൾക്കും ആദ്യമായുള്ളവൻ്റെ എളിയ പ്രണാമം. കഴിഞ്ഞ പ്രാവശ്യം ഇതിൻ്റെ പത്രിക കയ്യിൽ കിട്ടിയപ്പോൾ ഈയുള്ളവന് മുൻപ് സംസാരിക്കേണ്ടതും അതിനുശേഷമുള്ളവരൊക്കെ നമ്മളെക്കാൾ ഉയർന്ന ആശ്രമത്തിലുള്ള സ്വാമിജിമാരായിരുന്നു. ഇപ്രാവശ്യം എന്താണെന്നറിയില്ല, അങ്ങനെ തന്നെയാണ്. ഇത് കഴിഞ്ഞിട്ടുള്ളതൊക്കെ വൈകുന്നേരം വരെ ഇനി സ്വാമിജിമാരുടെ പ്രസംഗമാണ്. അപ്പം കഴിഞ്ഞ തവണ ഒരു ഉപമ പറഞ്ഞിരുന്നു, ഓർക്കുണ്ടോയെന്നറിയില്ല. സദ്യ കഴിക്കുമ്പോൾ കുറേ പായസം കഴിച്ച് മധുരിച്ച് കഴിഞ്ഞാൽ അത് മാറ്റാനായിട്ട് കുറച്ച് നാരങ്ങാക്കറി വിളമ്പാന്ന് വെച്ചാൽ ഇപ്രാവശ്യം അതും നടക്കാത്ത അവസ്ഥയാണ്. കാരണം ഇനി വരാനിരിക്കുന്നത് മുഴുവനും പാൽപ്രഥമനാണ്. പക്ഷെ ഏതായാലും ഒരു സന്തോഷം, വലിയ സന്തോഷമുള്ളത്, നമുക്ക് സന്തോഷിക്കാൻ വക നൽകുന്ന ഒരു വിഷയമായതുകൊണ്ട് കുറച്ച് ബലം പിടുത്ത് ഒഴിവാക്കിയാൽ നന്നായിരിക്കും. കാരണം ബാലലീലയാണ്. നമ്മളെല്ലാവരും ബാലന്മാരായി മാറിയാലേ
ഈ ലീല എന്ന് പറയുന്നതിന് അർത്ഥം വരുള്ളൂ. അതുകൊണ്ട് നമുക്ക് ആമുഖത്തിൻ്റെ ആവശ്യമേ ഇല്ല. കാരണം സമയം നമുക്ക് വളരെ കൃത്യമായി ഉപയോഗിക്കേണ്ട ഒരു സദസ്സായതുകൊണ്ട്, ലൈറ്റിൻ്റെ ഓഡിയൻസ് ആയതുകൊണ്ട് ആമുഖത്തിലേക്കൊന്നും നമ്മൾ പോകുന്നില്ല. പക്ഷേ ഭാഗവതം നോക്കുമ്പോൾ ഒറ്റ കാര്യം മാത്രം അനുസ്മരിച്ചാൽ നന്നാവും. ഭാഗവതത്തിൽ അർത്ഥവാദ വാക്യങ്ങളും വിധിവാക്യങ്ങളും ഉണ്ട്. അതിൻ്റെ വീക്ഷണം എപ്പോഴും നന്നായിരിക്കണം. അത് ഏത് പ്രകാരത്തിലാവണം എന്നുള്ളത് വളരെ വ്യക്തമായി ഭാഗവതം പറയുന്നുണ്ട്. അതെങ്ങനെയാ വെച്ചാൽ ആദ്യത്തെ ശ്ലോകത്തിൽ തന്നെ അന്വയ വ്യതിരേക യുക്തി എന്ന് പറഞ്ഞിട്ടൊരു യുക്തി പറയും. അതായത് ബോധത്തിൻ്റെ നിഴലിൽ മാത്രം ഈ പ്രപഞ്ചം ചലിക്കണതായിട്ട് കാണുക. ജാഗ്രത അവസ്ഥയിലെ ബോധമാണ് പ്രപഞ്ചത്തിൻ്റെ ആധാരം എന്ന് വേദാന്തികൾ പറയും, ആരും പറയും. അപ്പം ഇവിടെ സാധാരണഗതിയിൽ ഇപ്പം നമ്മൾ സത്യം പരം ധീമഹി എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഭാഗവതത്തിൽ ഏറ്റവും ഒടുവിൽ പരീക്ഷത്തിന് മുക്തി പറയുന്ന സമയത്ത് അഹം ബ്രഹ്മ പരം ധാമ ബ്രഹ്മാഹം പരമം പദം ഏവം സമീക്ഷന്നാത്മന്യമാത്മന്യാധായ നിഷ്കളേ ദശന്തം തക്ഷകം പാതേ ലേലിഹാനം വിഷാനനൈ ന ദൃക്ഷ്യസി ശരീരം ച വിശ്വം ച പൃഥഗാത്മനഃ. ഇത് പറയുന്ന സമയത്ത് താൻ ഉദിക്കാത്ത അസ്തമിക്കാത്ത ആത്മതത്വം തന്നെയാണ്, ആത്മസ്വരൂപം തന്നെയാണ് എന്ന് പരീക്ഷിത്ത് ആവർത്തിച്ച് പറഞ്ഞിട്ടും എന്തേ നമുക്ക് അത് പ്രബോധനമായി ഭവിക്കാത്തത്, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിനെ അത് മാറ്റിമറിക്കാത്തത്? നമുക്ക് വലിയ വ്യത്യാസങ്ങളൊന്നും ഉണ്ടാവുന്നില്ല എന്ന് സങ്കോചമില്ലാതെ പറയാം. അല്പമാത്രമായിട്ട് പോലും പലപ്പോഴും ഇതിൻ്റെ റിസൾട്ട് കാണാനില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പ്രത്യേക തരത്തിൽ ഭാഗവതത്തിൻ്റെ സമ്പ്രദായ പൈതൃകത്തെ നമ്മൾ നോക്കിക്കാണണം. മഹാവാക്യങ്ങൾ തത്വമസി ആവട്ടെ, അഹം ബ്രഹ്മാസ്മി ആവട്ടെ, സർവം ഖൽവിദം ബ്രഹ്മയാവട്ടെ, എല്ലാം നമുക്കറിയാം. ഈ സദസ്സിലുള്ള ആരോടും ഇതൊന്നും പറയേണ്ട ആവശ്യമില്ല. എല്ലാവർക്കും മഹാവാക്യങ്ങൾ അറിയാം, ഭാഗവതത്തിൻ്റെ സമ്പ്രദായ പദ്ധതികൾ അറിയാം, ഒക്കെ അറിയാം. പക്ഷെ നമ്മുടെ ഉള്ളിൽ ഈ പ്രജ്ഞ എന്തുകൊണ്ട് വരണില്ല? അല്ലെങ്കിൽ നമ്മൾ രമണ മഹർഷിക്ക് തുല്യമായ ആനന്ദം എന്തുകൊണ്ട് അനുഭവിക്കുന്നില്ല? അല്ലെങ്കിൽ സാധു ഗോപാലസ്വാമിക്ക് തുല്യമായിരിക്കുന്ന ഒരു പ്രജ്ഞ നമുക്ക് എന്തുകൊണ്ട് വരുന്നില്ല? നമ്മൾ ആലോചിക്കേണ്ടതാണ്. അവിടെയാണ് ഈ വാക്യങ്ങൾക്ക് അനുഭൂതി എത്രത്തോളം പ്രദാനം ചെയ്യാൻ പറ്റും, എങ്ങനെയാണത് പ്രദാനം ചെയ്യുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് അതിനെ വീക്ഷിക്കേണ്ടത്. ഒരു ഉദാഹരണം പറഞ്ഞുകൊണ്ട് നമുക്ക് ലീലയിലേക്ക് പോവാം, ബാലലീലയിലേക്ക് പോവാം. അതായത് ഭാഗവതം നോക്കുമ്പോൾ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടതാണ്. ആദ്യം തന്നെ അത് പറയണത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു താഴ്വാരത്തിലേക്ക് നോക്കിക്കൊണ്ടൊരു പർവ്വതത്തിൻ്റെ മുകളിൽ നിന്ന് ഒരാൾ നിൽക്കുകയാണ്. നമ്മുടെ കൂടെ വേറൊരാളും കൂടെ ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പം താഴ്വാരത്തിൽ 100 വീടുണ്ട്. ആ 100 വീടും ഒരേപോലെ ഇരിക്കുകയാണ്, ഒരു വ്യത്യാസവും ഇല്ല. എല്ലാം ഒരേ പെയിൻ്റാണ്, യാതൊരു വ്യത്യാസവും ഇല്ല. ഒക്കെ ഒരേ പെയിൻറ് ചെയ്തിരിക്കുകയാണ്, ഒരേ സ്ട്രക്ചറാണ്. അപ്പം ഈ മുകളിലുള്ള നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരാൾക്ക് ഈ വീടുകളെല്ലാം പരിചയമുണ്ട്, നമുക്ക് അതിനകത്ത് ഒരു വീട് പരിചയമുണ്ട്. നമ്മുടെ ഒരു സുഹൃത്തായിരിക്കുന്ന ദേവദത്തനോ വല്ല പേര് നോക്കുക. അപ്പം ആ ദേവദത്തിൻ്റെ വീട് ഏതാണെന്ന് നമുക്കറിയാം, പക്ഷെ എവിടെയാണെന്ന് നമുക്ക് പരിചയമില്ല. അറിയാം അദ്ദേഹത്തിൻ്റെ വീട് എവിടെയാണെന്ന്. അപ്പം നമ്മൾ ഈ പരിചയമുള്ള ആളോട് ചോദിക്കുകയാണ്, ഈ താഴെ കാണുന്ന ഏതാണ് ദേവദത്തിൻ്റെ ഗൃഹം എന്ന് ചോദിക്കുകയാണ്. അപ്പം മുകളിൽ നിൽക്കുന്ന ആൾക്കറിയാം ദേവദത്തിൻ്റെ വീട് ഇന്ന ദിക്കിൽ ഇന്ന ഭാഗത്തുണ്ട്, പക്ഷേ സമാന സ്വഭാവം കൊണ്ട് ഇതിന്നതാണെന്ന് അയാൾക്ക് പറയാൻ പറ്റുന്നില്ല. അപ്പോഴാണ് പെട്ടെന്ന് യാദൃച്ഛികമായൊരു കാക്ക വന്ന് ആ ദേവദത്തിൻ്റെ ഗൃഹത്തിൻ്റെ മുകളിലിരിക്കുകയാണ്. പെട്ടെന്ന് ഈ പറഞ്ഞു തരേണ്ട ആൾക്ക് നമ്മളോട് പറഞ്ഞു തരാം, കാകാധിഷ്ഠിതം ഗൃഹം ദേവദത്തം. കാക്ക വന്നിരിക്കുന്ന വീടാണ് ദേവദത്തിൻ്റെ ഗൃഹം. ഇതൊരു പാരമാർത്ഥിക സത്യവാക്യമാണോ? എന്തും മിണ്ടാത്തത് അല്ല, പാരമാർത്ഥിക സത്യവാക്യമല്ല. അത് ആ സന്ദർഭത്തിൽ അവർ രണ്ടാളും കൂടെ പറഞ്ഞൊരു കേവലമായ വാക്യം മാത്രമാണ്. ഇതിനെ സത്യമെന്ന് തെറ്റിദ്ധരിച്ച് സ്വാധ്യായം ചെയ്താൽ എങ്ങനെ ഇരിക്കും? നമ്മൾ ഇത് റിപ്പോർട്ട് ചെയ്തിട്ട് ഒരാൾ ഒരു പുസ്തകം എഴുതുകയാണ്. ഇതിനകത്ത് ദേവദത്തിൻ്റെ ഗൃഹം കാകാധിഷ്ഠിതം ഗൃഹം ദേവദത്തം, കാകാധിഷ്ഠിതം ഗൃഹം ദേവദത്തം, അഹം ബ്രഹ്മാസ്മി തത്വമസി പ്രജ്ഞാനം ബ്രഹ്മ എന്നൊക്കെ പറഞ്ഞിട്ട് വല്ല പ്രയോജനം ഉണ്ടാവുമോ? ഒരു പ്രയോജനവും ഇല്ല. കരിമ്പിൻ്റെ ചണ്ടി വായിലിട്ട് ചവയ്ക്കണ മാതിരി. ഇതുകൊണ്ടാണ് സമ്പ്രദായ ഉപാസനയിലൂടെ മാത്രമേ നമുക്ക് ജ്ഞാനം കരഗതമാവൂ. ഇതിന് സംശയമൊന്നുമില്ല. അനന്ത ചൈതന്യ പുരുഷോപാസനയാണ് ഭാഗവതം എന്ന പേരിൽ വിവക്ഷിച്ചിട്ടുള്ളത്. അത് ഉപാസനാ മാർഗമാണ്. പരീക്ഷിത്ത് ഭാഗവതം കേട്ടു എന്നൊക്കെ
നമ്മൾ സാധാരണഗതിയിൽ പറയും. പക്ഷേ തത്വസമീക്ഷാ സത്രവേദിയിൽ പരീക്ഷിത്ത് ഭാഗവതം കേട്ടു എന്ന് പറയേണ്ട ആവശ്യമില്ല. കാരണം ഭാഗവതത്തെ പരീക്ഷിത്ത് ഉപാസിക്കുകയാണ് ചെയ്തത്, ഉപാസനാ മാർഗത്തിലൂടെയാണ്. അതുകൊണ്ടാണ് ആദ്യം തന്നെ ഭാഗവതം ഭിദ്യതേ ഹൃദയഗ്രന്ഥി ഛിദ്യന്തേ ഛിന്ന സംശയ ക്ഷീയന്തേ ചാസ്യകർമാണി ദൃഷ്ട ഏവാത്മനീശ്വര എന്ന് അഖണ്ഡിതമായി നമ്മളോട് പറയേണ്ടത്. അപ്പൊ ആദ്യമേ നമ്മൾ ഗ്രഹിക്കേണ്ടത് ഇതാണ്, ആ ചൈതന്യ സ്വരൂപത്തെ, ഏത് ചൈതന്യ സ്വരൂപത്തെയും ചോദിച്ചാൽ ത്വമേവ ഭാതി പ്രതിഭാതി സർവം എന്നോ അല്ലെങ്കിൽ തന്തോ മണി ഗണാനിവ എന്നൊക്കെ നമ്മൾ ഉറപ്പിച്ചു വെച്ചിട്ടുള്ള ആ ചൈതന്യത്തെ, അതിനെ തന്നെ കൃഷ്ണ തത്വമായി നമ്മൾ കാണുകയാണ്. അപ്പൊ ഇന്നലെ കൃഷ്ണാവതാരം അങ്ങോട്ട് കഴിഞ്ഞു. നമുക്ക് അവിടെ നിന്ന് തുടങ്ങി പതുക്കെ ഭഗവാന്റെ കുറച്ച് ലീലകൾ. ബാലലീല എന്ന് പറയുന്നത് ഒരു സമുദ്രമാണ്. അതിനകത്തേക്ക് ഇറങ്ങിയാൽ പിന്നെ കയറാൻ പറ്റാത്ത അവസ്ഥയാവും. കാരണം സമുദ്രത്തിലേക്ക് എടുത്ത് ചാടുന്നവന്റെ അവസ്ഥ എന്താ? കയറാൻ പറ്റാത്ത അവസ്ഥ തന്നെയാണ്. പിന്നെ കുറച്ചൊക്കെ അങ്ങനെ നീന്തിയൊക്കെ വരാമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഭഗവാൻ ജനിച്ചു. എവിടെയാ ജനിച്ചത്? കംസന്റെ കാരാഗൃഹത്തില്. എന്നെ കണ്ടിട്ട് പേടിയാവുന്നുണ്ടോ? എനിക്കിപ്പോൾ അങ്ങനെ ഒരു സംശയം തോന്നുന്നുണ്ട്. ഞാൻ ഈ ശബരിമലയ്ക്ക് പോകാനുള്ളതുകൊണ്ടാണ് ഈ നീലയൊക്കെ ഇട്ട് വന്നിട്ടുള്ളത്. അപ്പൊ ചിലർക്കൊരു പേടി പോലെയൊക്കെ ഉണ്ട്. ചിലരെന്നെ നോക്കി പേടിപ്പിക്കാനുള്ള ശ്രമത്തിലാന്ന് തോന്നുന്നു. നമ്മുടെ ഈ മലയാളികൾക്കൊരു കുഴപ്പമുള്ളതെന്ന് വെച്ചാൽ ഈ കസേര കണ്ടാൽ നമ്മളൊക്കെ കയറി അങ്ങ് ജഡ്ജസ് ആയി കളയും. അങ്ങനെയുണ്ട്. കൃഷ്ണമൂർത്തി പറയണ മാതിരിയാണ്. ഇപ്പൊ റിയാലിറ്റി ഷോ ഒക്കെ കണ്ട് കണ്ട് നമ്മൾ ജഡ്ജ് ചെയ്യാണ് ചെയ്യുക. എങ്ങനെയുണ്ട് പാട്ട് പാടുന്നത്, എങ്ങനെയുണ്ട് ഒക്കെ നമ്മൾ ജഡ്ജ് ചെയ്യും, ഏത് പാട്ടാണെങ്കിലും. പക്ഷെ നമ്മൾ അതിൻ്റെ ഉള്ളിലുള്ള ഒരു സത്ത, ഒരു കേവലമായ സത്തയെ പലപ്പോഴും ദർശിക്കാൻ പറ്റുന്നില്ല. അപ്പം അതുകൊണ്ട് റിലാക്സ്ഡ് ആയിട്ട് വളരെ സന്തോഷമായിട്ടിരുന്നാൽ സന്തോഷത്തിൻ്റെ ഒരു പ്രസരണം നമ്മുടെ ഇടയിലുണ്ടാവും. അപ്പോൾ നമുക്ക് കൃഷ്ണനെ ഭംഗിയായിട്ട് കാണാൻ പറ്റുകയും ചെയ്യും. അപ്പോൾ കംസന്റെ കാരാഗൃഹത്തിൽ ജനിച്ചു. ഏത് സമയത്ത്? കേൾക്കാൻ പറ്റില്ല. അർദ്ധരാത്രിയിൽ ജനിച്ചു. അങ്ങനെ അർദ്ധരാത്രിയിൽ ജനിച്ചിട്ട് ആ മനോഹര സ്വരൂപനായിരിക്കുന്ന ഉണ്ണിയെയും കൊണ്ട് വസുദേവർ എങ്ങടേക്കാ പോയത്? ഗോകുലത്തിലേക്ക് പോയി. എങ്ങനെയാ കൊണ്ടുപോയത്? കൊട്ടയ്ക്കകത്ത്. കംസന്റെ കൊട്ടാരത്തിൽ കോഴിക്കച്ചവടം ഉണ്ടായിരുന്നു. എന്തൊരു അസംബന്ധമാണ് നോക്കൂ. സത്രപ്പം എത്രാമത്തെ ആണാവോ? എന്നിട്ടും നമ്മൾ ചിന്തിച്ചിട്ടില്ല. കഷ്ടമാണ് കേട്ടോ അതൊക്കെ. കാരണം എന്താ വെച്ചാൽ കംസന്റെ കൊട്ടാരത്തിൽ നിന്നൊരു കൊട്ടയ്ക്കകത്ത് ഈ പറയണ കൃഷ്ണനെ കൊണ്ടുപോയിട്ടുണ്ടാവൂ. ഏതെങ്കിലും ഒരു അച്ഛനും അമ്മയും ചെയ്യണതാണോ? എപ്പോഴെങ്കിലും നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? ഭാഗവതത്തിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഇല്ലേ ഇല്ല. ആ മനോഹര സ്വരൂപനായ ഉണ്ണിയെ കയ്യിൽ കിട്ടിയിട്ട് വസുദേവർ നെഞ്ചോട് അമർത്തിക്കൊണ്ടാണ് പോയിട്ടുള്ളത്. മറ്റത് ചിത്രകാരന്റെ ഭാവനയിൽ ഉണ്ടായതാണ്. ചിത്രകാരൻ ചിത്രം വരയ്ക്കാൻ നോക്കുന്ന സമയത്ത് ഇങ്ങനെ അങ്ങോട്ട് പിടിച്ചുകൊണ്ട് പോണത് വരച്ചു കഴിഞ്ഞാൽ ആരെ കാണാണ്ട് വരും? ആരെയെ കാണാണ്ട് വരിക? കൃഷ്ണനെ കാണാണ്ട് വരും. അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ മലർത്തി പിടിച്ചുകൊണ്ട് പോകണം. അത് ചിത്രത്തിന് യോജിച്ചതല്ല. അപ്പോഴാണ് അങ്ങനെ ഒരു ഭാവന. അത് ചിത്രകാരന്റെ സ്വതന്ത്ര ഭാവനയാണ്. ഭാഗവതം പറയണത് എന്താ വെച്ചാൽ മാറോട്ട് അമർത്തി പിടിച്ചുകൊണ്ട് പോയി എന്നാണ്. അല്ലാണ്ട് ഭഗവാനെ കൊണ്ടുപോകാൻ പറ്റുമോ? അത്ര തങ്കക്കട്ടിയായ ഒരു ഉണ്ണിയെ കിട്ടിയിട്ട് കൊട്ടയ്ക്കകത്ത് കൊണ്ടുപോകും വസുദേവർ? ഒരിക്കലും ഇല്ല. പക്ഷെ നമ്മുടെ പ്രശ്നം അവിടെയൊന്നുമല്ല. അങ്ങനെ ആ പോയ പോക്കിലൊരു കുഴപ്പമുണ്ട്. എന്താ കുഴപ്പം? നല്ല മഴ, ഗംഭീരമായ മഴ, പേമാരി, ഒരു നിവൃത്തിയില്ലാത്ത സാഹചര്യമാണ്. പക്ഷെ വസുദേവന്റെ ശരീരത്തിൽ, ഉണ്ണിയുടെ ശരീരത്തിൽ ഒരു തുള്ളി വെള്ളമെങ്കിലും വീണോ? കേൾക്കാൻ പറ്റില്ല. ഇല്ല, സംശയമില്ല. അതെന്താ വീഴാഞ്ഞത്? അനന്തൻ പുറകിലുണ്ടായിരുന്ന കൊടയായിട്ട്. ഇനി ഈ സന്ദർഭത്തിൽ നമ്മളാണെന്ന് നോക്കുക. വ്യാസ ധിഷണയെ നമ്മൾ മാനിക്കേണ്ടത് അങ്ങനെയാണ്. കഥാപാത്രങ്ങൾ നമ്മളായി സമരസപ്പെടുക. ഇനിയൊന്ന് നോക്കുക, വസുദേവരായി നമ്മൾ മാറുക. ഇനി വസുദേവരായി മാറിയില്ലാച്ചാ വേണ്ട. നമ്മൾ സാധാരണ റോഡിലൂടെ പോവുകയാണ്, കടയിലേക്ക് പോവുകയാണ്, സാധനം വാങ്ങിക്കാൻ പോകാന്ന് നോക്കിയ നല്ല ഗംഭീര മഴ, നമുക്ക് മാത്രം മഴ കൊള്ളണില്ല എന്ന് നോക്കിയ നമ്മൾ അങ്ങനെയാണെച്ചാൽ എവിടേക്ക് നോക്കും? സംശയം വേണ്ട, മുകളിലേക്ക് നോക്കും. ഇവിടെ ഒറ്റ ചോദ്യമേ ഉള്ളൂ, വസുദേവർ ഇത്രയൊക്കെ മഴ ഉണ്ടായിട്ട് മുകളിലേക്ക് നോക്കിയോ? എന്താ ഉറപ്പ് നോക്കിയില്ല എന്നുള്ളതിന്? ഏതാണ്? ഇല്ല, തലയിൽ കൊട്ടല്ലല്ലോ. കാരണം നമ്മുടെ ഹൃദയത്തോട് ചേർത്താണ് ഉണ്ണിയെ പിടിച്ചിട്ടുള്ളതെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ എന്തേ വസുദേവർ മുകളിലേക്ക് നോക്കാഞ്ഞത്? അത് ആ ചോദ്യം അവിടെ നിൽക്കട്ടെ. നമ്മൾ എപ്പോഴൊക്കെയാ ജീവിതത്തിലേക്ക് മുകളിലേക്ക് നോക്കി പോവുക? ഒരു വിഷമുണ്ടാവുന്ന സമയത്താണ്. കൃഷ്ണ, ഞാൻ എന്താ വേണ്ടത് എന്നറിയാത്തൊരു സന്ദർഭത്തിലാണ് നോക്കുക. വസുദേവർ നോക്കിയിട്ടില്ല എന്നുള്ളതിന്റെ തെളിവെന്താ വെച്ചാൽ, വസുദേവർ സാധാരണ മനുഷ്യൻ തന്നെയാണ് കഥാരൂപത്തിൽ ചിന്തിക്കുമ്പോൾ. അതേ സമയത്ത് സത്വപ്രകാശത്തിന്റെ ഏറ്റവും ഔന്നിത്യത്തിൽ നിൽക്കുന്ന ആളുമാണ് വസുദേവർ. പക്ഷേ ആ ഉണ്ണിയുടെ രൂപദർശനം കണ്ടു കഴിഞ്ഞാൽ ആ ചക്ഷുസ് അങ്ങട് മാറി. പിന്നെ സാധാരണക്കാരൻ തന്നെയാണ്. വസുദേവൻ എങ്ങാനും പുറകിലേക്ക് നോക്കിയിരുന്നെങ്കിൽ എന്താ സംഭവിക്കുക? നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ സാധനം വാങ്ങിക്കാൻ പോണ സമയത്ത്
മഴ പെയ്യണു, ഗംഭീര മഴ, മഴ കൊള്ളണ ഇല്ല, എന്താന്ന് നോക്കിയ സമയത്ത് വലിയൊരു പാമ്പ് പുറകിലുണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? പിന്നെ അവസ്ഥ പറയാനൊന്നുമില്ല, പേരെഴുതി ഒട്ടിച്ചടക്കിയാൽ മതിയാവും അല്ലേ? അപ്പൊ വസുദേവർ നോക്കിയിട്ടില്ല. എന്തുകൊണ്ട് വസുദേവർ നോക്കിയില്ല? അതാണ് നേരത്തെ പറഞ്ഞത്. നമ്മൾ ജീവിതത്തില് മുകളിലേക്ക് നോക്കി നിന്ന് പോകുന്ന സന്ദർഭങ്ങളുണ്ട്. കൃഷ്ണ, ഞാൻ എന്താ വേണ്ടത്? എനിക്ക് യാതൊന്നും അറിയില്ല, എനിക്ക് നിശ്ചയമില്ലാണ്ടായിരിക്കണു എന്ന് പറയുന്ന സന്ദർഭമുണ്ട്. അപ്പൊ നമ്മൾ അറിയാതെ മുകളിലേക്ക് നോക്കും. ഇവിടുത്തെ തത്വം എന്താ വെച്ചാൽ ഇത്രയേ ഉള്ളൂ. എത്ര നിസാരാണ് ആ തത്വം, എത്ര ലളിതാണ് ആ തത്വം. ഭഗവാനെ മാറോടടക്കി പിടിച്ചിരുന്നത് കൊണ്ട് മാത്രമാണ് വസുദേവർക്ക് മുകളിലേക്ക് നോക്കി നിൽക്കേണ്ട അവസ്ഥ ഇല്ലാണ്ട് വന്നത്. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് അതാണ്. എന്തൊക്കെ ശാസ്ത്രം അഭ്യാസം ചെയ്താലും, ഏതൊക്കെ വഴിക്ക് നമ്മൾ പോയാലും ഭഗവാനെ ഹൃദയത്തോട് ചേർത്ത് മുറുക്കി അങ്ങോട്ട് പിടിച്ചോളൂ. ജീവിതത്തിൽ ഒരു സന്ദർഭത്തിൽ പോലും നമുക്ക് മുകളിലേക്ക് നോക്കി നിൽക്കേണ്ട അവസ്ഥ വരില്ല. ഇപ്പൊ നമ്മൾ അങ്ങനെ നിൽക്കുന്നുണ്ട്. എന്താ കാരണം? അചഞ്ചലമായ വിശ്വാസം നമുക്ക് വരണില്ല. യാതൊരു തർക്കവും വേണ്ട. എത്ര വലിയ കടുത്ത പ്രതിസന്ധി ആയിക്കോട്ടെ, ആ ഭഗവാനെ ഒന്നങ്ങോട്ട് വിളിച്ചാൽ, കൃഷ്ണ എന്ന് ഉറക്കെ അങ്ങോട്ട് വിളിച്ചാൽ, ഏതുപോലെ വിളിക്കണം? രണ്ട് കൈയും അങ്ങോട്ട് വിട്ടിട്ട് എനിക്ക് മറ്റാശ്രയമില്ല. അതാണ് ഓട്ടൂര് പാടിയത്. എന്താ? അനാഥനാണച്യുതാ ഞാൻ, നിൻ പദാംബുജമല്ലാതെ മറ്റൊരാശ്രയമില്ല എനിക്കതിങ്കൽ. ഒരറ്റത്ത് ചുരുണ്ടുകൂടി കിടക്കുവാൻ സമ്മതമേകിടേണേ. അവിടുന്നല്ലാതെ മറ്റൊരാശ്രയമില്ല. അതല്ലേ കുന്തിമാതാവ് പ്രാർത്ഥിക്കേണ്ടത്? കുന്തിമാതാവ് എന്താ പറഞ്ഞത്? കൃഷ്ണ, വിപത്തുകൾ തരൂ എന്നാ പറഞ്ഞത്. അവിടുത്തെ പ്രാർത്ഥന എന്താ? നീ മാത്രമാണിനി എനിക്കൊരു ബന്ധു കൃഷ്ണ, നീ മാത്രമാണിനി എനിക്കൊരു ബന്ധു കൃഷ്ണ, നീ മാത്രമാണിനി എനിക്കൊരു ബന്ധു കൃഷ്ണ, നീ മാത്രമാണിനി എനിക്കൊരു ബന്ധു കൃഷ്ണ. ഞാനാവലാതി തിരുമുൻപിൽ ഉണർത്തിടുന്നേൻ ആനന്ദപൂർണൻ, അതു കേട്ടു ധരിച്ചിടേണം. ഈ ജന്മത്തിലാകെ ദുഃഖങ്ങളാണ് അടിയന്റെ നേട്ടം, നീ മാത്രമാണിനി എനിക്കൊരു ബന്ധു കൃഷ്ണ. അവിടുന്നല്ലാതെ മറ്റൊരു ബന്ധുവില്ല. ഈ ആശ്രയത്വ ബോധം ഹൃദയത്തിൽ വരാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അതുകൊണ്ടാണ് ഭഗവാൻ വേദവ്യാസ ഋഷി കൃഷ്ണാവതാരം എന്ന് പറയാതെ എന്താ പറഞ്ഞത്? നിശീധേ തമ ഉദ്ഭൂതേ ജായമാനേ ജനാർദ്ദനെ ദേവക്യാം ദേവരൂപിണ്യാം വിഷ്ണു സർവഗുഹാശയ ആവിരാസീത് എന്നാ പറഞ്ഞു വെച്ചത്. ആവിരാസീത് എന്ന് പറഞ്ഞാൽ ആവിർഭവിക്കാം. ശ്രീമൻ നാരായണീയത്തിൽ ഭട്ടതിരിപ്പാടും പ്രയോഗിച്ചത് എന്താ? തും ഇഹ ആവിരാസീത്. ഗർഗസംഹിതയിലെ ഗർഗാചാര്യൻ പ്രയോഗിച്ചത് എന്താ? ആവിരാസീത്. എന്താ ഇവരൊക്കെ എങ്ങനെ പ്രയോഗിക്കാൻ കാരണം? അവതരിക്കുക എന്ന് പറയണത് ഒരു ചെറിയ ഭാഗം മാത്രമാണ്. ആവിർഭവിക്കുക എന്ന് പറഞ്ഞാൽ ഇല്ലാത്ത ഒന്നുണ്ടാവുക എന്നുള്ള അർത്ഥത്തിലല്ല. നമ്മുടെ ഹൃദയത്തിലൊക്കെ ഭഗവത് തത്വം തന്നെയുണ്ട്. അതിന് ഏത് സമയത്താണോ നമ്മൾ തിരിച്ചറിയണത്, അത് തന്നെയാണ് ഭഗവത് ആവിർഭാവം. സ്വന്തം ഹൃദയത്തിലേക്ക് അത് വരണം. സ്വഹൃദയത്തിലേക്ക് ആവിർഭവിക്കണം ഭഗവത് തത്വം. സ്വന്തം ഹൃദയത്തിലേക്ക് അത് പ്രകാശമായി വരണം. അതിനെയാണ് ഭാഗവതത്തിൽ ഒരു ചെറിയ എന്നാൽ വലിയൊരു സൂചന നമുക്ക് തന്നിട്ടുള്ളത്. കൃഷ്ണാവതാര തത്വം, കൃഷ്ണാവിർഭാവം എന്ന് പറയുമ്പോൾ അവിടെ എല്ലാ ദിക്കിലും കാണുന്നൊരു പ്രത്യേകത ഉണ്ട്. ഒരു 8 എന്ന സംഖ്യയുടെ കളി കാണാം. അഷ്ടമി രോഹിണിക്ക് ജനനം, 8ാമത്തെ പുത്രനായിട്ട് വരിക അല്ലേ? 16,108 ഭാര്യമാര്, അതിൽ തന്നെ 8 ഭാര്യമാര് പ്രധാനപ്പെട്ടവര്. ഭഗവാൻ നേതൃത്വം കൊടുത്തിരിക്കുന്ന ധർമ്മ സംസ്ഥാപനാർത്ഥമുള്ള യുദ്ധത്തിന് 18 ദിവസം, 18 അക്ഷൗഹിണി പട. യുദ്ധം നീണ്ടു നിന്നത് 18 ദിവസം. യുദ്ധം അവസാനിച്ചപ്പോൾ അവശേഷിച്ചത് 18 ആളുകൾ. മഹാഭാരതത്തിന് 18 പർവം. ഇനി ഭാഗവതത്തിന് 18,000 ശ്ലോകം. ദശമസ്കന്ധം 3-ാം അധ്യായം 8-ാം ശ്ലോകം കൊണ്ട് അവതാരം. എന്താ ഈ 8? 8 എന്ന് പറയുന്നത് അഷ്ടാംഗ യോഗങ്ങളിൽ 8ാമത്തെ അവസ്ഥ തന്നെയാണ്. യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാനം, സമാധി. സമാധിസ്ഥമായ തലത്തെ സദാ പ്രകാശിപ്പിക്കുകയാണ്. കൃഷ്ണ ആവിർഭാവ തത്വം എന്താണെന്ന് ഔപനിഷദികമായ ഭാഷയിൽ നമ്മൾ വിചിന്തനം ചെയ്താൽ ഒറ്റ വാക്കിൽ നമുക്ക് ഒതുക്കാം: ഋതംഭര പ്രജ്ഞ. കൃഷ്ണ ആവിർഭാവം സമം
ഋതംഭരാപ്രജ്ഞ. ഋതം എന്നുള്ള വാക്ക് ഉപനിഷത്താണ് ആദ്യം ഉപയോഗിക്കേണ്ടത്. ഋതം വദിഷ്യാമി സത്യം വദിഷ്യാമി. ഋതം എന്ന് പറഞ്ഞാൽ പാരമാർത്ഥിക സത്യമാണ്. സത്യം എന്ന് പറയുന്നതും സത്യം തന്നെയാണ്, പക്ഷെ അത് ആപേക്ഷിക സത്യമാണ്, അത് റിലേറ്റീവ് ട്രൂത്ത് ആണ്. അപ്പൊ പാരമാർത്ഥിക സത്യദർശനം വന്നു കഴിഞ്ഞു. അത് ഗോകുലത്തിലാണ് വരേണ്ടത്. ഗോകുലം എന്ന് പറഞ്ഞാൽ അവിടെ പ്രാണൻ എന്നൊരർത്ഥമുണ്ട്. കുലം എന്നുള്ള വാക്കിന് ലളിതാ സഹസ്രനാമത്തിൽ നമ്മൾ കാണാറുണ്ട് അല്ലേ? കുളകുണ്ടലിനി എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. കൗളമാർഗ തൽപര സേവിതായി നമ. കുളം എന്നുള്ളതിന് ലളയോരഭേദ എന്ന് പറഞ്ഞിട്ടൊരു സൂത്രമുണ്ട് സംസ്കൃതത്തില്. ലാക്കു പകരം ലായും ലാക്കു പകരം ലായും ഉപയോഗിക്കാം. ഗോകുലം എന്ന് പറഞ്ഞാൽ പ്രാണതത്വാധിഷ്ഠാനമായ സ്വന്തം ശരീരം തന്നെയാണ്. ആ ശരീരത്തില് സത്വപ്രകാശമായ വസുദേവ പുത്രനായി സാക്ഷാൽ ഋതംഭര പ്രജ്ഞ വന്നാലാണ് ബാലലീലകൾ തുടങ്ങുക. ലീല എന്ന് പറഞ്ഞാൽ എന്താ സംഗതി? ലീല എന്ന് പറഞ്ഞാൽ കളി എന്നുള്ള അർത്ഥത്തിലേ അല്ല. പിന്നെന്താ സംഗതി? ആലോചിച്ച് നോക്കൂ. ഇപ്പൊ ചെറിയ കുട്ടികള് കളിക്കുകയെന്ന് വയ്ക്കുക. ചെറിയ കുഞ്ഞി കുട്ടികള് അവര് വീടൊക്കെ ഉണ്ടാക്കണു, മണ്ണ് കൊണ്ട് വീടുണ്ടാക്കണു, ഓടിക്കളിക്കണു, കഞ്ഞിയും കൂട്ടാനൊക്കെ വെക്കണു. ഇതിനെ നമ്മൾ സാധാരണ എന്തു പറയും? ലീല എന്ന് പറയും. ഇതേ കാര്യം തന്നെ അടുക്കളയിൽ അമ്മ ചെയ്യുകയാണെങ്കിലോ ആരെങ്കിലും പറയോ? അമ്മ കഞ്ഞിയും കൂട്ടാനൊക്കെ വെക്കുകയാണ് അടുക്കളയിൽ. അപ്പൊ ചോദിക്കുകയാണ് ആരെങ്കിലും, അമ്മ എന്താ ചെയ്യണത്? ആരെങ്കിലും പറയോ? അമ്മ അടുക്കളയിൽ ലീലകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാരും പറയാറില്ല. അതേസമയം ചെറിയ കുട്ടികള് അവര് ഈ മണ്ണ് കൊണ്ട് ഉണ്ടാക്കിയിട്ട് അപ്പൊ തന്നെ അവർ തകർത്തൊക്കെ കളയത്, അത് ലീലയാണ്. എന്ന് വെച്ചാൽ സമാധിസ്ഥനായൊരു യോഗിക്ക് മാത്രം സാധിക്കുന്നതാണ് ലീല. കാരണം അതിന് ലക്ഷ്യങ്ങളില്ല. ജീവിതത്തില് ഏറ്റവും ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമ്മുടെ ജീവിതം ലീലാമയമാവണം, ആനന്ദപൂരിതമാവണം. ഇപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആനന്ദം എന്ന് പറയുന്ന ഒരു സാധനമില്ല. പരസ്പരം സ്നേഹിക്കാൻ, പരസ്പരം അറിയാനുള്ള അവസരങ്ങൾ ഉണ്ടായിട്ട് നമ്മൾ ആരും അതിലേക്ക് ശ്രദ്ധിക്കണില്ല. നോക്കുക, ശ്രീരാമകൃഷ്ണ ലീല എന്ന് പറയാറുണ്ട്. പരമഹംസദേവൻ സദാ ലീലയിലാണ് ഇരിക്കുന്നത്. ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ അദ്ദേഹം ശാന്തനാണ്. ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ അദ്ദേഹം ആഹ്ലാദവാനാണ്. പ്രഹ്ലാദൻ കാണിക്കുന്നത് മുഴുവനും ലീലയാണ്. ആസീന പരിടന്നസ്നൻ ശയാന പ്രഭിവൻ ബ്രുവൻ അനുസന്ധത്തേതാനി ഗോവിന്ദം പരിരംഭിത. ഭഗവാനാൽ ആശ്ലേഷിതമാകുന്ന സമയത്ത് ആ ഉണ്ണി കണ്ണുകൾ ചിലപ്പോൾ നിറഞ്ഞങ്ങോട്ട് ഒഴുകും. ഭഗവാൻ മാത്രമല്ലേ എനിക്കുള്ളൂ എന്ന ധാരണ കൊണ്ട് ആഹ്ലാദം ചിലപ്പോൾ വന്നു എന്ന് വരും. അത് ലീലയാണ്. അപ്പൊ ലീല എന്ന് പറഞ്ഞാൽ നിയതമായിരിക്കുന്ന മനസ്സിന്റെ നാമരൂപാത്മക ഭാവ തലങ്ങളൊക്കെ വിട്ടാൽ നമ്മളിൽ ആവിർഭവിക്കുന്ന സ്വതസിദ്ധമായ ആനന്ദപ്രാപ്തിയെയാണ് നമ്മൾ ലീല എന്ന് പറയേണ്ടത്. അല്ലാണ്ട് വേറെ എന്തോ ഒരു ചട്ടക്കൂടിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു റുട്ടീൻ്റെ അവസ്ഥയെ നമ്മൾ ലീല എന്ന് പറയില്ല. അപ്പൊ ലീല, ബാലലീല എന്ന് പറയുമ്പോൾ പരമാനന്ദത്തിന്റെ പരമകാഷ്ഠയാണ്. അത് സമാധിസ്ഥമായിരിക്കുന്നൊരവസ്ഥയിൽ നാമരൂപങ്ങൾ എന്നേക്കുമായി ഇല്ലാതായി അതിന്റെ ഗുണകാമങ്ങൾ വിട്ടാൽ, എഴുത്തച്ഛൻ മലയാള ഭാഗവതത്തിൽ നല്ലൊരു പ്രയോഗം നടത്തിയിട്ടുണ്ട്. ഗുണകാമങ്ങൾ ഒഴിഞ്ഞാൽ മാനസം തന്നെ ആത്മാ. മനസ്സിന്റെ ഗുണകാമങ്ങളൊക്കെ ഒഴിഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെയാണ് ആത്മാ എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഇവിടെ ആ തത്വത്തിലേക്ക് വരുമ്പോഴാണ് ഇതാ ലീലകളൊക്കെ തുടങ്ങുക. എന്താ അപ്പൊ ബാലലീലകൾ എന്ന് പറഞ്ഞാൽ? ആ ഉണ്ണിയേതാ വസുദേവരെ ഗോകുലത്തിലേക്ക് കൊണ്ടുവരികയാണ്. അങ്ങനെ വന്നു കഴിഞ്ഞിട്ട് പിന്നെ അമ്മമാർക്ക് സദാ ആനന്ദമാണ് അല്ലേ? അതുകൊണ്ടാണ് പറയുക എന്താ, യശോദാനന്ദ പത്നി. യശോദ ആനന്ദ പത്നിയാണെന്നാണ്. യശോദയ്ക്ക് ആനന്ദം ഇല്ലാണ്ടിരിക്കുകയോ? എങ്ങനെ ആനന്ദം ഇല്ലാണ്ടിരിക്കുക? ഒരു ചെറിയ കുട്ടി വീട്ടിലുണ്ടായാൽ തന്നെ നമുക്കൊക്കെ ആനന്ദമാണ്. അപ്പൊ കൃഷ്ണ ഭാവത്തില് ആ സാക്ഷാൽ പരബ്രഹ്മ സ്വരൂപനായിരിക്കുന്ന സാക്ഷാൽ ജഗദീശ്വരൻ തന്നെ വന്ന് യശോദാമ്മയുടെ മടിയിലിരുന്ന് കഴിഞ്ഞാൽ ആനന്ദം ഇല്ലാണ്ടിരിക്കുകയോ? എന്തെല്ലാം രസങ്ങളാണ് അവിടെ അരങ്ങേറിയിട്ടുള്ളത്. ആ ലീലകൾ എത്ര അനുസ്മരിച്ചാലാ നമുക്ക് മതി വരിക. ഭഗവാനെയും ബലരാമേട്ടനെയും രാവിലെ തന്നെ കുളിപ്പിച്ചങ്ങോട്ട് കിടത്തും. കിടത്തി കർണികാര പൂമ്പൊടിയൊക്കെ നന്നായിട്ട് അങ്ങടെ കവളിലൊക്കെ തേച്ച്, അന്നിപ്പോ പൗഡറൊന്നും ഇല്ലല്ലോ, അപ്പൊ കർണികാര പൂമ്പൊടിയൊക്കെ തേച്ച് നല്ല മയിൽപ്പീലിയൊക്കെ കുത്തി മഞ്ഞപ്പെട്ട കുടിപ്പിച്ച് അങ്ങനെ കിടത്തുന്നതാണ്. ബലരാമേട്ടനാണെങ്കിൽ സദാ ഗൗരവക്കാരനാണ്. കൃഷ്ണനെ നോക്കാൻ വന്നിരിക്കുകയാണോ എന്ന് തോന്നുന്ന രീതിയിലാണ് ബലരാമേട്ടന്റെ ചേഷ്ടകൾ മുഴുവനും. എന്നിട്ടോ കുറച്ചൊക്കെ അങ്ങോട്ട് കഴിയുമ്പോഴേക്കും ഓരോ കാര്യങ്ങൾ തുടങ്ങുകയായി. പൂതനാമോക്ഷം എന്ന് പറഞ്ഞിട്ടാണ് ആദ്യം തുടങ്ങുക തന്നെ. പൂതനാമോക്ഷത്തിന്റെ കഥയൊക്കെ നമുക്കറിയാം. എന്താ ഇപ്പൊ പൂതനാമോക്ഷം എന്ന് പറഞ്ഞാൽ? കംസന്റെ ആ നേതൃത്വത്തില് ഗോകുലത്തിലേക്ക് ഉണ്ടാവുന്ന, അമ്പാടിയിലേക്ക് ഉണ്ടാവുന്ന ഓരോരോ വിചേഷ്ടിതങ്ങള് പൂതന വരികയാണ്.
ആ കാമചാരിണിയായ ബാലഘാതിനി എന്നൊക്കെ പറയണ ആ പൂതന വരണു. പൂതന ആദ്യം വരണത് രാത്രിയിലാണെന്നാണ് ഭാഗവതം പറയാം. മൂങ്ങയുടെ രൂപമാണത്രേ പൂതനയ്ക്ക്. ഉലൂകപ്പേട പക്ഷി. ആ ഉലൂകത്തിന്റെ രൂപത്തിൽ വന്നിട്ട് പതുക്കെ ഹരിവംശ പുരാണത്തിൽ കുറച്ചുകൂടെ നന്നായിട്ട് ഈ കഥ പറയുന്നുണ്ട്. പൂതന ആദ്യം വന്ന് നോക്കുകയാണ്. എന്താ ഇപ്പൊ പൂതന വരാൻ കാരണം? നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അവിടെ ശ്രദ്ധിക്കാതെ പോയ ഒന്ന് രണ്ട് കാര്യങ്ങൾ അവിടെ ഉണ്ട്. എന്താ കാര്യം വെച്ചാൽ, ഈ പൂതന ആദ്യം തന്നെ സകല ദിക്കിലും പോയി മധുരാപുരിയിലും പ്രാന്തത്തിലൊക്കെ ഉള്ള കുട്ടികളൊക്കെ വിഷമുല കൊടുത്തില്ലാണ്ടാക്കി. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്തിനാ അമ്പാടിയിലേക്ക് വന്നത്? കാരണം എല്ലാ കുട്ടികളെയും കൊന്നെങ്കിൽ പിന്നെ വിഷമിക്കാനില്ലല്ലോ, കംസന്റെ എതിരാളി നഷ്ടപ്പെടില്ലേ. പക്ഷെ അപ്പോഴാണ് പൂതന കംസനോട് പറയണത്, കംസ, എല്ലാ കുട്ടികളെയും ഞാൻ ഇവിടെ ഉള്ളതൊക്കെ ഇല്ലാണ്ടാക്കി, പക്ഷേ അതിൽ അങ്ങയുടെ പ്രതിയോഗിയാവാൻ മാത്രം ശക്തിയുള്ള ഒരാളെയും ഞാൻ കണ്ടിട്ടില്ല. അപ്പോഴാണ് പറഞ്ഞത് ഇനിയിപ്പോൾ എല്ലാവരെയും കൊല്ലണ്ട, സെലക്ട് ചെയ്ത് കൊല്ലാൻ പറഞ്ഞു. അപ്പോഴാണ് പൂതന പതുക്കെ അമ്പാടിയിലേക്ക് പറന്നു പോവുക. അങ്ങനെ പറന്നു പോയ സമയത്താണ് ഒരു വീട്ടിൽ മാത്രം രാത്രിയിൽ വിളക്കണഞ്ഞിട്ടില്ല അത്രേ. അവിടെ എന്താ ഇപ്പൊ വിളക്കണയാത്തത് എന്ന് നോക്കുമ്പോഴാണ് നല്ലൊരു താരാട്ട് പാട്ട് കേൾക്കണത്. എന്താ താരാട്ടിന്റെ അർത്ഥം വെച്ചാൽ, യശോദയാ പാടുന്നത്. എന്താ പാടുന്നത്? കൃഷ്ണ, താമരക്കാടുകളാകുന്ന താമരക്കാടുകളിലെല്ലാം താമരകളെല്ലാം കൂമ്പിക്കഴിഞ്ഞു ഈ രാത്രിയിൽ. നിന്റെ കണ്ണുകളാകുന്ന താമര മാത്രം എന്തേ കൂമ്പാത്തത് എന്ന് ചോദിക്കുകയാണ്. ഇതിന്റെ രസം പിടിച്ച ഉണ്ണി അങ്ങനെ ഇളകിച്ചിരിക്കുക. അപ്പൊ പൂതന താഴേക്ക് നോക്കിയപ്പോൾ മനസ്സിലായി, അമ്പട അത് തിരക്കടില്ലല്ലോ. ഒരു താരാട്ട് പാടിയിട്ട് അതിന്റെ അർത്ഥം മനസ്സിലാക്കി ചിരിക്കാൻ പറ്റും കുട്ടി മോശക്കാരനാവില്ല. അവൻ സാമാന്യത്തിലധികം ബുദ്ധിയുള്ള ആളാണ് എന്ന് വെച്ചിട്ട് ലൊക്കേഷനൊക്കെ കണ്ടുവച്ചിട്ടാണ് പോവുക. എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ വരും. അതാണ് ഈ ചിലർ ചോദിക്കും, മലയാള ഭാഗവത്തിൽ രാവിലെ വന്നു, മൂലം ഭാഗവത്തിൽ രാത്രി വന്നു, ഒക്കെ ശരിയാണ്. വ്യാസന് തെറ്റൊന്നും പറ്റിയിട്ടില്ല. നമ്മൾ നോക്കിയാൽ മതി, ഇതര പുരാണങ്ങൾ റെഫർ ചെയ്താൽ ഇതിന്റെയൊക്കെ ബാക്കി പത്രങ്ങൾ കിട്ടും. അപ്പൊ രാവിലെ വരികയാണ്, മനോഹരാംഗിയായി ആര് കണ്ടാലും മോഹിക്കുന്ന രൂപത്തോടുകൂടി വരികയാണ്. വന്ന് ഉണ്ണിയേതാ എടുത്തിട്ട് തൻ്റെ ഒക്കത്ത് ചേർത്ത് വെച്ചിട്ടോ ഭഗവാൻ പതുക്കെ ഒന്ന് കണ്ണടച്ചു. ഒന്നങ്ങോട്ട് തുറന്നു, ഒന്ന് പിന്നെയും കണ്ണടച്ചു എന്നാണ്. എന്താ കാര്യം? നമ്മൾ വിചാരിക്കും പൂതനയൊക്കെ കൊള്ളാത്ത ആളുകളാണല്ല. പൂതനയ്ക്കൊക്കെ ഉള്ള ഭാഗ്യം എന്താ പറയാ, അവരൊക്കെ മഹാസുഹൃതികളാണ്. മഹാബലി ചക്രവർത്തിയുടെ പുത്രിയായിരുന്നു കഴിഞ്ഞ ജന്മത്തിലെ പൂതന. വിന്ധ്യാബലി എന്ന മഹാബലി ചക്രവർത്തിയുടെ മകളായ രത്നമാല എന്നായിരുന്നു അവളുടെ പേര്. ആ രത്നമാലയ്ക്ക് ഒരു ആഗ്രഹം ഉണ്ടായി. വാമനമൂർത്തി വരണത് കണ്ടപ്പോ ഇത്ര സുന്ദരനായിരിക്കുന്ന ഒരു ഉണ്ണിയെ കിട്ടിയാൽ എനിക്ക് വേണ്ടുവോളം മുലയൂട്ടാമായിരുന്നു എന്നൊരു ചിന്ത വന്നു. നിസ്വാർത്ഥമായ ഏതൊരു ചിന്തയും ഭഗവാൻ സാധിച്ചു കൊടുക്കും. അങ്ങനെയാണ് പെട്ടെന്ന് തന്നെ ഒരു വികാരവിക്ഷുബ്ധത ഉണ്ടായി. വാമനമൂർത്തി വന്നിട്ട് തൻ്റെ അച്ഛന്റെ സർവസ്വം അപഹരിച്ചു എന്നത് കണ്ടപ്പോ ഈ ഉണ്ണിയെ കൊല്ലണമെന്നും അവളുടെ ഉള്ളിലുണ്ടായി. എത്ര വേഗമാണ് നമ്മുടെ രജോ ഗുണവും സത്വഗുണവും തമോ ഗുണമൊക്കെ പ്രകാശിക്കണത്. അതിനനുസരിച്ച് അടുത്ത ജന്മങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. അതേമാതിരി തന്നെ പൂതനയ്ക്ക് ആദ്യം ആ ഉണ്ണിയോട് എന്തെന്നില്ലാത്ത വാത്സല്യം. ഭഗവാൻ എന്തിനാ ഇപ്പൊ കണ്ണങ്ങട് തുറന്നിട്ട് ഇങ്ങനെ അടച്ചത് എന്നുള്ളൊരു ചിരിയും ചിരിച്ചത്? ഭഗവാൻ ചിരിച്ചെന്താ അറിയോ? ഞാൻ ഈ ജന്മത്തിൽ ഇവൾക്ക് കൊടുത്തിരിക്കുന്ന വേഷം ഇതാണ്. എത്ര മനോഹരമായിട്ട് അത് അവൾ കെട്ടിയാടുന്നു. അതുകൊണ്ട് നമ്മൾ ആകെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ, ഈ പ്രപഞ്ചത്തിൽ ഒന്നിനെയും നമ്മൾ നിഷേധിക്കേണ്ടതില്ല. നിഷേധം എവിടെ വന്നാൽ അത് ദ്വൈതമായി. നിഷേധത്തിന് ആവശ്യമില്ല. ഓരോരുത്തർക്കും ഓരോ വേഷം ഭഗവാൻ കൊടുത്തിട്ടുണ്ട്. ആ വേഷം അങ്ങോട്ട് നന്നായിട്ട് അവരവരെ ചെയ്ത് അങ്ങനെ പോവുകയാണ്. അങ്ങനെ വന്നു, ആ ഉണ്ണിയെ എടുത്തു, മാറിൽ വെച്ചു, മുല കൊടുക്കണു. ഇതാ ഉണ്ണി ആ ഭഗവത് തത്വത്തെ പ്രകാശിപ്പിക്കണു. അങ്ങനെ പൂതനയെ മോക്ഷത്തിലേക്ക് നയിക്കുകയാണ്. എന്നിട്ട് ആ പൂതനയുടെ അവയവങ്ങളെല്ലാം തന്നെ കത്തിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്, ദഹിപ്പിച്ചു എന്നൊക്കെ. അപ്പോൾ ആ സമയത്താണ് അഖിലിന്റെ ഗന്ധം പുറത്തേക്ക് വരിക എന്ന്. എന്താ ഇതിനർത്ഥം? വേറൊന്നുമില്ല, അവള് വന്ന സമയത്ത് പൂതന പരിശുദ്ധയല്ലാതെ വന്നു. ദാ ഇപ്പൊ ഭഗവാൻ കഴിച്ചതിന്റെ ഉച്ഛിഷ്ടമായി മാറി അവളുടെ ശരീരം. ഭഗവത് പ്രസാദത്തിന്റെ മഹത്വം. ഈ സത്രശാലയിൽ വന്നിട്ട് ദാ പ്രസാദത്തിൽ ഒരു വറ്റ് കഴിച്ചാൽ നമ്മുടെ ഉള്ളും അന്ധകരണ ശുദ്ധി, യാതൊരു സംശയവും വേണ്ട. ഭഗവാൻ കഴിച്ചതിന്റെ ബാക്കി ആ നിവേദ്യത്തിന്റെ പ്രൗഢത അവിടെ കാണിക്കുകയാണ്. ഭഗവത് പൂജയുടെ ഭഗവത് പ്രസാദത്തിന്റെ ഒക്കെ മഹത്വം പറയുകയാണ്. അപ്പൊ പൂതനാമോക്ഷം എന്ന് പറയുന്നത് വളരെ ചെറുപ്പത്തില് 9 മാസം പ്രായമുള്ളപ്പോഴാണ് അനുഷ്ഠിക്കുക എന്നാണ് പറയുക. അത് കഴിഞ്ഞപ്പോൾ യശോദാമ്മയ്ക്കൊക്കെ ഒരു ചെറിയ ഭയം പോലെ ഉണ്ട്. എന്താ ഈ ഉണ്ണിയെ ഇങ്ങനെ ഈ രാക്ഷസി വന്നതും കൊല്ലാൻ നോക്കണതും എന്നൊക്കെ ചെറിയൊരു പേടിയൊക്കെ ഉണ്ട്. ഏതായാലും ശരിതാ, ആനന്ദമായിട്ട് പിന്നിലുള്ള ദിവസങ്ങൾ പോവുകയാണ്. എന്തെല്ലാം ആ ഉണ്ണി ചെയ്യാന്ന് പറയാൻ പറ്റില്ല. നടക്കാറൊക്കെ ആയ സമയത്ത് പല പല പ്രവർത്തനങ്ങളാ. അതിനിടയിൽ ഔത്ഥാനിക ദിവസം, അതായത് കമിഴ്ന്നു വീണു എന്ന് പറഞ്ഞൊരു ദിവസം ഉണ്ടല്ലോ. അങ്ങനെയാണല്ലോ അമ്മമാരൊക്കെ. കുട്ടി കമിഴ്ന്നാൽ അമ്മൂമ്മമാരൊക്കെ എന്ത് ചെയ്യും? അപ്പുറത്തെ വീട്ടിലൊക്കെ ചെന്ന് പറയും, ദാ അവൻ കമിഴ്ന്നു കേട്ടോ, പായസം വെച്ചു കൊടുക്കും.
ഇപ്പോഴത്തെ കുട്ടികളൊക്കെ അമ്മമാരെ കമഴ്ത്താനുള്ള വരവാണെന്ന് അമ്മമാരെ അറിയാണ്ടാണ് പായസം വെച്ച കൊടുക്കാൻ പോണത് കേട്ടോ. ഏതായാലും ശരി, കൃഷ്ണന്റെ ഔത്ഥാനിക ദിവസം ശകടാസുര ഭഞ്ജനം ഉണ്ടാവുകയാണ്. ശകടം എന്ന് പറഞ്ഞാൽ തന്നെ വണ്ടി, ശരീരം, രഥം എന്നൊക്കെ അർത്ഥമുണ്ട്. യശോദയ്ക്ക് ഉണ്ണിയെ നോക്കാനായിട്ട് സമയം ഉണ്ടായില്ല അത്ര കുറച്ചു നേരം. ഇതെന്താ സംഗതി ചോദിച്ചാൽ, ആത്മതത്വത്തെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കണം സദാ. വ്യാവഹാരിക സത്തയിലേക്ക് മനസ്സ് പോകുമ്പോഴാണ് ശകടാസുരൻ മുതലായിരിക്കുന്നവരുടെ ആക്രമണങ്ങൾ ഉണ്ടാവുക എന്നാണ്. വ്യാവഹാരിക സത്തയിൽ യശോദ നിന്ന സമയത്ത് പെട്ടെന്നാണ് ഔത്ഥാനികം എന്നൊക്കെ പറഞ്ഞാൽ അവിടെ വലിയ അർത്ഥങ്ങളുണ്ട് കേട്ടോ. ആ ഔത്ഥാനിക ദിവസം എന്നൊക്കെ പറഞ്ഞത് സാധനാമാർഗത്തിലെ ചില സംജ്ഞകളാണ്. നമുക്കിപ്പോൾ ടൈം ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പൊ ഏതായാലും ജിജ്ഞാസുക്കളാണ്, എല്ലാവർക്കും ഇതൊക്കെ മനസ്സിലാവുന്നതാണ്. അതുകൊണ്ട് നമ്മൾ വേഗത്തിൽ പോവാണ്. എന്താ വെച്ചാൽ ഈ യശോദാമ്മ വ്യാവഹാരികമായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആ ഉണ്ണിയെ നോക്കാൻ സമയം ഉണ്ടാവണില്ല. ഉണ്ണിയെ നോക്കാൻ സമയം ഇല്ലാതെ വരുമ്പോഴാണ് ആ ശകടാസുരനൊക്കെ വരിക എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഇവിടെ മായാ ആവരണം, വിക്ഷേപം ഇത്യാദി കാര്യങ്ങൾ സൂചിപ്പിക്കുകയാണ്. ശുദ്ധസത്വമായ വസുദേവ പ്രകാശത്തിൽ നിന്നുണ്ടായിരിക്കുന്ന ചേതനയാകുന്ന കൃഷ്ണതത്വത്തെ നമ്മൾ അനുഷ്ഠാനങ്ങളിലൂടെ കൊണ്ടുപോകുമ്പോൾ നമുക്കുണ്ടാവുന്ന ബുദ്ധിമുട്ടുകളൊക്കെ തന്നെയാണ് ഈ ആസുരികമായ കാര്യങ്ങൾ ഭഗവാനെ ആക്രമിക്കാൻ വന്നു എന്ന് പറയുക. ഇത് സാധനാമാർഗത്തിൽ ചരിക്കുന്ന ഏതൊരാൾക്കും ഉണ്ടായിത്തീരുന്ന ചില ഘടകങ്ങൾ മാത്രമാണ്. ഇനിയോ ആ ഉണ്ണി ശകടാസുരനെ മോക്ഷത്തിലേക്ക് നയിക്കുകയാണ്. ചെറിയൊരു കാലുകൊണ്ടൊരു തട്ടേ വേണ്ടി വന്നുള്ളൂ. ഭഗവത് സ്പർശനം കൊണ്ട് തന്നെ ഇത്യാദി വികാരങ്ങൾ, ഭഗവത് സ്മരണ കൊണ്ട് തന്നെ ഇത്യാദി വികാരങ്ങളൊക്കെ ഇല്ലാണ്ടായി പോകുന്നതാണ്. വ്യാവഹാരിക ദശാകാലം പതുക്കെ നമുക്ക് ജീവിതത്തിൽ നിന്ന് ഇല്ലാണ്ടാക്കണം. എന്നിട്ട് പാരമാർത്ഥികമായ തത്വത്തിലേക്കുള്ള പ്രയാണം. അങ്ങനെയാണ് ഈ ലീലകളൊക്കെ കൊണ്ട് അവസാനിക്കേണ്ടത്. കാരണം ശ്രീമദ് ഭാഗവതം എന്ന് പറയുമ്പോൾ ആ ഭാഗവതത്തിൽ ഓരോ ദിവസം ഓരോ ജ്ഞാനസോപാനങ്ങളാണ്. ആദ്യത്തെ ദിവസത്തെ ജ്ഞാനസോപാനം എന്ന് പറഞ്ഞാൽ ശുഭേച്ഛയാണ്. ശുഭേച്ഛ എന്ന് പറഞ്ഞാൽ ശുഭണ്ടായി കാണാനുള്ള ആഗ്രഹം. എല്ലാം സംവാദങ്ങളാണ് ആദ്യത്തെ ദിവസം. അത് കഴിഞ്ഞിട്ട് രണ്ടാം ദിവസം സുവിചാരണ എന്ന് പറയും. മൂന്നാം ദിവസം ആകുമ്പോഴേക്കും ആത്മപ്രാപ്തി എന്ന് പറയും. നാലാം ദിവസം ആകുമ്പോഴേക്കും അസംസക്തി. അഞ്ചാം ദിവസം ആകുമ്പോഴേക്കും ജീവത് ബ്രഹ്മൈക്യബോധം. ആറാം ദിവസം ആകുമ്പോഴേക്കും പദാർത്ഥാഭാവിനി. ഏഴാം ദിവസം ആകുമ്പോഴേക്കും തുരീയ. ഇങ്ങനെ 7 തലങ്ങളിലൂടെ നമ്മൾ പടിപടിയായി ഉയർന്നു പോവുക വേണ്ടത്. ഇന്നത്തെ ദിവസം അതായത് ബാലലീലകളൊക്കെ സൂചിപ്പിക്കണം എന്താ വെച്ചാൽ, ശരീരമല്ല ഞാൻ, ശരീരമാണ് ഞാനെന്ന തെറ്റിദ്ധാരണ മാറാൻ വേണ്ടിയിട്ടുള്ള പ്രയത്നമാണ്. അതായത് ബ്രഹ്മസത്യം ജഗന്മിഥ്യ എന്ന് ആചാര്യവാദ സ്വാമികൾ പറയണ മാതിരി നമ്മളെ ബോധിപ്പിക്കുകയാണ്. വ്യാവഹാരികമായ ദശാകാലങ്ങളിൽ നമുക്കുണ്ടാവുന്ന വിഘ്നങ്ങളെയൊക്കെ ഭഗവത് തത്വത്തിലൂടെ എങ്ങനെ മറികടക്കണം എന്ന് ആനന്ദപൂർണമായിട്ട് നമുക്ക് പറഞ്ഞു തരികയാണ്. വീണ്ടും നമ്മൾ കാണുന്ന ആ ഉണ്ണിക്ക് നടക്കാറൊക്കെ ആയ സമയത്ത് പിന്നെ സദാ ആനന്ദരൂപിയായിട്ട് നടക്കുകയാണ്. എപ്പോഴും മൃഗങ്ങളോടൊക്കെ എന്തൊരു ദയാണ് ആ ഉണ്ണിക്ക്. സദാസമയം പൂച്ചക്കുഞ്ഞുങ്ങള്, കുരങ്ങൻ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട് കൂടെ. എന്നിട്ട് രാവിലെ ആവുന്ന സമയത്ത് എല്ലാം കൂടെ അങ്ങോട്ട് ഇറങ്ങും. ആ ഗോകുലത്തിലൂടെ അങ്ങനെ നടക്കുകയാണ്. എന്തിനാ പോണത്? മോഷണത്തിനാ പോവുക എന്നാണ് അല്ലേ. ചെറിയ ചൂരൽക്കോലൊക്കെ കൂർപ്പിച്ചിട്ട് അതൊക്കെ ഇങ്ങനെ ചുരുട്ടി വെച്ച വഴിയിൽ അങ്ങനെ നടക്കുകയാണ്. എന്നിട്ട് ഓരോരോ വീട്ടിലൊക്കെ ചെന്നിട്ട് എന്താ ജോലി? തൈരും പാലും വെണ്ണയൊക്കെ മുകളിൽ വെച്ചിട്ടുണ്ടെച്ചാൽ ഈ കോല് കൊണ്ട് അടിയിലൊരു കുത്തങ്ങോട്ട് കൊടുക്കും. അപ്പോൾ താഴേക്ക് ഇങ്ങനെ വീഴണത് വായിലേക്ക് ഡയറക്റ്റ് ആയിട്ട് ആസ്വദിക്കുക. എന്തിനാ ഈ പൂച്ചക്കുട്ടികളൊക്കെ കൊണ്ടുനടക്കണത്? താഴെയൊക്കെ പാലും വെണ്ണയൊക്കെ വീണാലേ അതൊക്കെ നക്കി തുടച്ചാൽ ഇവിടെ മോഷണം നടന്നിട്ടുണ്ടെന്ന് പോലും ആരും അറിയില്ല. അങ്ങനെ പോവാണ്. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് മനസ്സിലാവുന്നുണ്ട് ഗോപികമാർക്കൊക്കെ ഇയാൾ ആളത്ര ശരിയല്ല കേട്ടോ. സദാസമയം കുഴപ്പങ്ങളാണ് കാണിക്കണത്. കാരണം എന്താ? ഒരു നിവൃത്തിയില്ല. ഗോപികമാര് കിടന്നുറങ്ങുക വെച്ചാൽ അവരുടെ സാരിത്തുമ്പൊക്കെ പോയി കൂട്ടിക്കിട്ടുക. ഇനിയോ അവരുടെ മുടിയൊക്കെ ചേർത്ത് കൂട്ടിക്കെട്ടുക. എന്നിട്ട് അവർ വീഴുന്ന സമയത്ത് കൈകൊട്ടിച്ചിരിക്കുക. ചെറിയ കുട്ടികൾ ഉറങ്ങിക്കിടക്കുകയാണെങ്കിൽ ആ വീട്ടിലേക്ക് ചെന്നിട്ട് അവരെ ആ ചെറിയ കുട്ടികളൊക്കെ നുള്ളി കരയിച്ചിട്ട് ചോദിക്കുക, എന്തിപ്പോ ഈ കുട്ടിക്ക് പാലൊന്നും കൊടുക്കാറില്ല ഇവിടെ, അമ്മയ്ക്ക് എന്തിപ്പോ ഈ കുട്ടിയെ നോക്കാൻ നേരല്ലേ, ഇങ്ങനെയൊക്കെ ചോദിക്കുക. ഓരോ ലീലകളാണ്. അങ്ങനെ പുറത്തേക്കുള്ള ലീലകൾ കൂടിക്കൂടി വരികയാണ്. അതായത് ഗോപികമാരുടെ വീട്ടിലൊക്കെ ചെല്ലുക. ഒരിക്കലൊരു ഗോപിക പോവുകയാണ്, തറവാട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചു. അപ്പൊ അച്ഛന് കുറച്ച് ഉണ്ണിയപ്പൊക്കെ ഉണ്ടാക്കി കൊണ്ടുപോവാം എന്ന് വിചാരിച്ചു. അങ്ങനെ ഉണ്ണിയപ്പൊക്കെ ഉണ്ടാക്കി ഗംഭീരമായിട്ട് അതൊക്കെ പാക്ക് ചെയ്ത് വെച്ചു. കുളിക്കാൻ അങ്ങോട്ട് പോയപ്പോൾ നമ്മുടെ ആള് നേരത്തെ അറിഞ്ഞിട്ടുണ്ട് ഇവിടെ ഉണ്ണിയപ്പം ഉണ്ടാക്കിയിട്ടുണ്ടെന്നുള്ളത്. നല്ല മണമൊക്കെ ഉണ്ടായിട്ടുണ്ടേ. അപ്പൊ അങ്ങനെ പതുക്കെ വന്നിട്ട് എന്താ ഉണ്ടായത്? ഉണ്ണിയപ്പൊക്കെ നന്നായിട്ട് ശാപ്പിട്ടിട്ട് ചാണകത്തിന്റെ ചെറിയ ഉരുളകൾ ഉണ്ണിയപ്പത്തിന് ഷേപ്പിലാക്കിയിട്ട് പാത്രത്തിൽ അങ്ങോട്ട് അടച്ചു വെച്ചു. ഭംഗിയായി, വളരെ സന്തോഷമായി തിരിച്ചു പോന്നു. ഗോപിക്ക് അതെടുത്ത് പോയി. ഏതായാലും തറവാട്ടിൽ ചെന്നു. ഷുഗറും പ്രഷറൊക്കെ ഉള്ള ആളാണ് അച്ഛനെ. അപ്പൊ ഇത് ഏതായാലും മക്കളൊന്നും മധുരം കൊടുക്കാറില്ല. അപ്പൊ ഈ ഉണ്ണിയപ്പം എന്നൊക്കെ പറഞ്ഞാൽ ചിലർക്കൊക്കെ വലിയ കൊതിയാണ്. അപ്പൊ ഈ അച്ഛനെ ഏതായാലും സന്തോഷമായി, മകൾ ഉണ്ണിയപ്പം കൊണ്ടുവന്നു അറിഞ്ഞപ്പോഴേ. അപ്പൊ ഏതായാലും സന്ധ്യാവേള കൊണ്ടുപോയി കൊടുത്തു. അച്ഛ ആരും കാണണ്ട,
കഴിച്ചോളൂ എന്ന് പറഞ്ഞു. 2 എണ്ണം എടുത്ത് 2 കൈയിലും എടുത്ത് അണ്ണാക്കിലേക്ക് അങ്ങോട്ട് വിഴുങ്ങി എന്നാണ് ആ വൃദ്ധൻ. അതോടുകൂടി ഓക്കാനിക്കുകയും ചെയ്തു. എന്തപ്പം ഉണ്ടായത്? ഇതെങ്ങനെയാ സംഭവിച്ചത്? ആകെ വിഷമായി. അപ്പൊ മനസ്സിലായി ഇത് വേറെ ആരുടെയും ജോലിയല്ല, ഇത് ഈ ഉണ്ണിയുടെ തന്നെ ജോലിയാണ്. അപ്പോ തീരുമാനിച്ചു, യശോദയോട് പറഞ്ഞാലേ കാര്യമില്ല. കാരണം വീട്ടിൽ ഒന്നാന്തരം നല്ല കുട്ടിയാ, ഒരു പ്രശ്നമില്ല. അങ്ങനെയാണല്ലോ ചില വില്ലന്മാരൊക്കെ. പുറത്തിറങ്ങി കഴിയാൻ അങ്ങോട്ട് ഭാവം മാറും. വീട്ടിലോ നല്ല കുട്ടിയാണ്. ഇതേമാതിരി ഇതാ വീട്ടിൽ നല്ല കുട്ടിയായിരിക്കുന്ന ആളെ യശോദയോട് പറയാണ്, യശോദേ ഇവൻ കള്ളനാണെന്ന് പറയാൻ യശോദ സമ്മതിക്കില്ല. അപ്പൊ അതുകൊണ്ട് നല്ല പ്രൂഫോട് കൂടി കൊണ്ടു കൊടുക്കണം എന്ന് വിചാരിച്ചിട്ട് പിറ്റേ ദിവസം പായസം വെക്കുകയാണ്. അങ്ങനെ പായസം വെച്ചു, പാൽപായസമൊക്കെ വെച്ചു. ഉച്ചയായപ്പോൾ മോഷ്ടിക്കാൻ ആള് വന്നു. പായസക്കലത്തിലെ കൈയിട്ടപ്പോൾ കൈയോടുകൂടെ പിടിച്ചു. എന്നിട്ട് യശോദയുടെ അടുത്തേക്ക് കൊണ്ടുവന്നിട്ട് പറഞ്ഞു, യശോദയെ നീയല്ലേ പറഞ്ഞത് നിന്റെ കുട്ടി കള്ളനല്ല എന്ന്, ഇതാ നോക്കൂ എന്ന് പറഞ്ഞു. യശോദ ഓടി വന്ന് നോക്കുമ്പോ യശോദയ്ക്ക് ചിരിക്കാണ്ടിരിക്കാൻ പറ്റുമോ? ചിരിക്കുകയാണ് നിർത്താതെ. അപ്പൊ ചോദിച്ചു, നീ എന്താ ചിരിക്കണത്? അപ്പൊ പറഞ്ഞു, എന്റെ ലളിതയെ നീ അങ്ങോട്ട് നോക്കൂ, നീ ആരെയാ പിടിച്ചോണ്ട് വന്നിരിക്കണത്? നോക്കിയ സമയത്തെ രാവിലെ LKG പോയ ലളിതയുടെ മകനെയാണ് പിടിച്ചോണ്ട് വന്നിരിക്കണത്. ഇതിപ്പോ എന്താ ഇപ്പൊ ഇങ്ങനെയായതാ? അപ്പോഴാണ് സംഗതി പതുക്കെ ഒന്നും അറിയാത്ത രീതിയിൽ കൃഷ്ണൻ പുറത്തേക്ക് വരണത്. ദാ ലളിത ചേച്ചി നമുക്ക് പായസം കൊണ്ടുവന്നിരിക്കുന്നു, കുടിക്കാം അമ്മേ. എന്താ അവിടുത്തെ തത്വം ചാൽ? ത്വമേവ ഭാതി പ്രതിഭാതി സർവം. എൻ്റെ ഉള്ളിലുള്ളതും ലളിതയുടെ ഉള്ളിലുള്ളതും യശോദാമ്മയുടെ ഉള്ളിലുള്ളതും ആ കുട്ടിയുടെ ഉള്ളിലുള്ളതും ഒക്കെ ഒരേ തത്വം തന്നെയാണ്, ഒരേ ചൈതന്യം തന്നെയാണ് എന്ന് പറയാണ്. പിന്നെ പുറത്തുനിന്നുള്ള മോഷണങ്ങളൊക്കെ പതുക്കെ പതുക്കെ വൈൻഡപ്പ് ചെയ്ത് തുടങ്ങി. കാരണം ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായി വരവ് കണ്ടാൽ തന്നെ ആള് കുഴപ്പമാണ്. അപ്പൊ അകത്തുനിന്ന് മോഷ്ടിക്കാൻ തുടങ്ങി. അപ്പൊ അകത്തുനിന്ന് മോഷ്ടിക്കാൻ വെച്ചാൽ ഒരു ദിവസം യശോദാമ്മ പാലും തൈരും ഒക്കെ കടഞ്ഞങ്ങനെ മുകളില് ഭംഗിയായി വെച്ചിരിക്കുകയാണ്. അപ്പൊ ഉണ്ണിക്ക് അറിയാം ഏതായാലും കുറച്ച് ഉയരത്തിലാണ് കെട്ടിയിട്ടുള്ളത്. ഇതിപ്പോ എന്താ മോഷ്ടിക്കാൻ വഴിയെന്ന് വിചാരിച്ച് പതുക്കെ പതുക്കെ വന്നിട്ട് ഒരു ഉരല് പിടിച്ചിട്ടു. അതിന്റെ മുകളിൽ വേറൊരു പീഠം പിടിച്ചിട്ടു. അതിന്റെ പുറത്തു എത്താഞ്ഞിട്ട് വേറൊരു കൊരണ്ടിയും കൂടെ ഇട്ടു. പതുക്കെ അതിന്റെ പുറത്തേക്ക് വലിഞ്ഞു കയറി. എന്നിട്ടോ ഈ പറയുന്ന ഉറിയുടെ വള്ളിയിലേക്ക് ഒരൊറ്റ ഇങ്ങനെ ഞാന്ന് പിടിച്ചു. പക്ഷെ ഒരു കുഴപ്പമുണ്ടായി. ഈ മർദ്ദം താഴെയുള്ള പ്രഷർ കൂടിയപ്പോഴേ കാലിനങ്ങോട്ട് ഒരായം കിട്ടിയില്ല. അപ്പൊ എല്ലാം കൂടെ ചടപടധിം എന്ന് പറഞ്ഞിട്ട് അങ്ങടെ ഉരുണ്ടടിച്ച് വീണു. കൈയാണെങ്കിലോ മുകളിൽ കുടുങ്ങുകയും ചെയ്തു. പക്ഷെ ഒരു കുഴപ്പമായി പോയി. ആകെ ഉണ്ടായിരുന്നൊരു പട്ടുകോണകം അതങ്ങടെ പറന്ന് അതിന്റെ വഴിക്ക് പോവുകയും ചെയ്തു. അവസാനം മുകളിൽ നിന്നിങ്ങനെ ആടുകയാണ് വളരെ സന്തോഷമായിട്ട്. യശോദ ഓടി വന്നു ഈ ശബ്ദം കേട്ടിട്ട്. എന്താ ഇപ്പൊ ഉണ്ടായത് ഇവിടെ? ഉണ്ണിയെ താഴെ ഇറക്കി. താഴെ ഇറക്കുമ്പോ ഉണ്ണി എന്താ പറയണത്? അമ്മ വിചാരിക്കുന്നുണ്ടാവും ഞാനത് വെണ്ണ എടുക്കാൻ വേണ്ടി മുകളിൽ കയറിയതാണ്. അല്ല, എനിക്ക് വെണ്ണയിലൊന്നും യാതൊരു കമ്പവും ഇല്ല അപ്പോ. കാരണം എന്തോ അതിന്റെ രുചി എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടില്ല. ഞാൻ എന്തിനാ അതിന്റെ മുകളിൽ കയറിയെന്നറിയോ? എൻ്റെ അച്ഛൻ, എൻ്റെ നല്ല വിവരമുള്ള അച്ഛൻ, അമ്മയ്ക്ക് വിവരമില്ല എന്ന് വെങ്ക്യം, ആ അച്ഛൻ ഇന്നലെ എന്നെ വിളിച്ചു പറഞ്ഞു. 4 വയസ്സുകാരൻ പറയാ, തുണിയും കോണമൊന്നും ഇല്ലേനും, എന്നിട്ട് കൈയൊക്കെ പുറകെ കെട്ടി നിന്ന് ഞെളിഞ്ഞ് നല്ല വില്ലനായിട്ട് നിന്ന് പറയാ. എന്താ പറയണത്? അച്ഛൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇന്നലെ, നീ വേണം ഈ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കാൻ, നിനക്ക് പ്രായമൊക്കെ ആയി, അതുകൊണ്ട് പാലും വെണ്ണയൊക്കെ ആരെങ്കിലും മോഷ്ടിക്കുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി ഞാൻ മുകളിൽ കയറിയതാണ്. അമ്മയ്ക്ക് അങ്ങോട്ട് സന്തോഷം കൊണ്ട് വയ്യ. അമ്മ അപ്പൊ തന്നെ ഉണ്ണി കുട്ടാന്ന് വിളിച്ചിട്ട് മാറോട് ചേർത്ത് ഉമ്മ വെക്കുക. എന്നിട്ട് 2 കൈയിലും വെണ്ണ കൊടുക്കുക. അപ്പൊ ഒരു കയ്യിലുള്ള വെണ്ണ അങ്ങോട്ട് അണ്ണാക്കിലേക്ക് അങ്ങോട്ട് വിഴുങ്ങും. എന്നിട്ട് ഇങ്ങനെ കണ്ണൊക്കെ തുറച്ചിട്ട് പറയും, അയ്യോ എനിക്കിപ്പൊ ശ്വാസം മുട്ടും അമ്മേ, നല്ല പാല് തരൂ. അപ്പൊ പാല് കൊടുക്കും, പാൽ അങ്ങോട്ട് കുടിക്കും. പാല് കുടിച്ചു കഴിയുമ്പോൾ ഒരു കയ്യിലെ വെണ്ണ അതിന്റെ പുറത്തേക്ക് അങ്ങോട്ട് വിഴുങ്ങിയിട്ട് പറയും, കാക്ക കൊത്തിക്കൊണ്ടോയി അമ്മേ. അയ്യോ ഇന്നലത്തെ കാക്ക പിന്നെയും വന്നു. ഒരു കൈക്ക് കൊടുക്കും. അപ്പൊ പറയും, ഒരു കൈക്ക് കൊടുത്താൽ എങ്ങനെയാ ശരിയാവുക? മറ്റേ കൈ കരയില്ലേ? എനിക്ക് തന്നാൽ ബലരാമേട്ടൻ കരയണ മാതിരി എന്ന് പറയും. അമ്മ വീണ്ടും വെണ്ണ കൊടുക്കും. അങ്ങനെ ആനന്ദമായി ദിവസങ്ങൾ കടന്നു പോവുകയാണ്. മനോഹരമായ ലീലകള് ഇതാ ഓരോന്നോരോന്നായിട്ട് വ്യാസഭഗവാൻ പിന്നെ പറയുകയാണ്. അതിലൊരു ലീല, എല്ലാം കൂടെ നമുക്ക് പറയാനുള്ള സമയം ഉണ്ടാവില്ല. ഒരു ലീല മാത്രം നമുക്കൊന്ന് നോക്കാം. അതിൽ ഏറ്റവും രസമായിട്ടൊരു ലീല ഉള്ളത്, നമ്മളെ ഈ തത്വത്തിലേക്ക് അടുപ്പിക്കാനുള്ളൊരു ലീല, ഉലൂഖല ബന്ധനം. ഉലൂഖല ബന്ധനം എന്ന് പറയണത് ഭാഗവതത്തിന്റെ സംഗ്രഹമായിട്ടുള്ള നാരായണീയത്തിലൊക്കെ മനോഹരമായി പ്രകാശിപ്പിക്കുന്നുണ്ട്. ഭട്ടതിരിയുടെ ഒരു മാസ്റ്റർ പീസാണ് ഈ ഉലൂഖല ബന്ധനം എന്ന് പറയുന്നത്. എന്താ അവിടുത്തെ രംഗം? രാവിലെ ഒരു ദിവസം യശോദാമ്മ അങ്ങനെ എഴുന്നേറ്റിരിക്കണു. പ്രഭാതത്തില് അങ്ങനെ വെണ്ണ ഉണ്ടാക്കുകയാണ്. അപ്പൊ യശോദാമ്മയുടെ മനോഹരമായൊരു രൂപം വാങ്മയ ചിത്രമായിട്ട് വ്യാസദേവൻ അവിടെ വരച്ചു വെച്ചിട്ടുണ്ട്. അതിസുന്ദരിയായ യശോദാമ്മത മനോഹരാംഗിയായി തൈര് കടയുന്നു. തലയിൽ നിന്നൊക്കെ ആ പൂക്കളൊക്കെ ഇങ്ങനെ പുറത്തേക്ക് ഉതിർന്നു വീഴുന്നത് കണ്ടിട്ട് യശോദാമ്മ തൈര് കടയുന്നതിൽ സംപ്രീതരായ ദേവന്മാര് യശോദാമ്മയെ പുഷ്പവൃഷ്ടി ചെയ്ത് അനുഗ്രഹിക്കുകയാണോ എന്ന് സംശയം.
അത്ര മനോഹരമായി ആ രംഗം അങ്ങനെ വർണ്ണിക്കുകയാണ്. മകന്റെ ഓർമ്മയിൽ മകന്റെ ലീലകളൊക്കെ വർണ്ണിച്ചുകൊണ്ട് പാട്ടുകളൊക്കെ പാടിക്കൊണ്ട് ആ യശോദ ആനന്ദപത്നി അങ്ങനെ ഇരിക്കുകയാണ്. സംഖ്യയോഗാദികൾ അന്വേഷിച്ചിട്ട് കിട്ടാത്ത ആ ഉണ്ണിത യശോദയുടെ ഹൃദയാരവിന്ദത്തിൽ കളിക്കുകയല്ലേ. അപ്പൊ ആനന്ദമില്ലാണ്ടിരിക്കാൻ വഴിയില്ലല്ലോ. അപ്പതാ നമ്മുടെ ആളന്ന് കുറച്ച് ലേറ്റായിട്ടാണ് എഴുന്നേറ്റത്. പതുക്കെ കണ്ണൊക്കെ തിരുമ്മി വരികയാണ്. അങ്ങനെ പതുക്കെ കണ്ണൊക്കെ തിരുമ്മി വന്നു, അമ്മയുടെ മടിയിലേക്ക് ഇരുന്നു. എന്തിനാ അമ്മയുടെ മടിയിലേക്ക് ഇരിക്കണതാ? പരിചയമില്ലാത്ത കാര്യമൊക്കെ എങ്ങനെയാ പറയാ അല്ലേ? പാല് കുടിക്കാനാണ്. ഇന്നത്തെ അമ്മമാരൊന്നും പാല് കുടിക്കാറൊന്നുമില്ല അല്ലേ? പാല് കുടിക്കാറുമില്ല, പാല് കൊടുക്കാറുമില്ല. കാരണം നമ്മൾ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യമാട്ടോ അത്. കാരണം ബാലലീല പറയാൻ വെച്ചാലും ചില മാനുഷിക മൂല്യങ്ങളൊക്കെ അവിടെ നമ്മൾ സ്വീകരിക്കേണ്ടതുണ്ട്. ഇന്നത്തെ യുവതലമുറ വഴിതെറ്റിപ്പോവാനുള്ള ഏറ്റവും വലിയൊരു കാര്യമാണ് മാതൃഭാഷയില്ല, മുലപ്പാലില്ല. നമ്മൾ പഴയ ആളുകളൊക്കെ ചെയ്തിരുന്ന കാര്യങ്ങളെ നഖശിഖാന്തം നമ്മൾ എതിർക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ ആക്ടിവിസ്റ്റുകളും ഫെമിനിസ്റ്റുകളും ഒക്കെ ചേർന്നിട്ട് സ്ത്രീത്വത്തെ മാതൃത്വത്തൊക്കെ വിൽക്കുകയാണ്. സ്ത്രീകൾക്ക് ഇപ്പോൾ രോഗങ്ങളെ കൊണ്ട് നിവൃത്തിയില്ലാത്ത അവസ്ഥയാണ് അല്ലേ? എന്താ ഇപ്പൊ കസേരയിലിരിക്കാൻ കാര്യം? എല്ലാവരും ഇപ്പൊ കുടുങ്ങി അല്ലേ? കസേരയിൽ ഇരുന്നാലേ ഇപ്പൊ പറ്റുള്ളൂ. നമുക്ക് ചമ്രം പടിഞ്ഞിരിക്കാൻ വയ്യ സ്ത്രീകൾക്ക്. എന്താ കാരണം? മാതൃത്വം ഇല്ല. മാതൃത്വം എന്ന് പറയുന്നത് പോലെ ഇത്ര സുഭഗ സമോഹനമായൊരു തത്വം ലോകത്തില്ല. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളവോ നമ്മൾ സ്ത്രീത്വത്തോട് കാണിക്കുന്ന അവഗണന, ഇവിടെ യശോദയും ആ ഉണ്ണിയും തമ്മിലുള്ള അപരിമേയമായ സ്നേഹം പോലെ നമ്മുടെയൊക്കെ മക്കളെ നമ്മുടെ അമ്മമാര് സ്നേഹിച്ചിരുന്നെങ്കിൽ ഒരൊറ്റ കുട്ടിയും വഴിതെറ്റി പോവില്ല. സംശയം വേണ്ട. സ്വന്തം പ്രാണനായി അമ്മ മക്കളെ സ്നേഹിക്കേണ്ടതാണ്. പക്ഷെ ഇപ്പോൾ ആചാര്യപാദ സ്വാമികൾ മാതൃപഞ്ചകത്തിലൊക്കെ പറഞ്ഞിരിക്കണ മാതിരി ആ അമ്മ എന്ന തത്വത്തെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം. എന്താ പറയണത്? ഹസ്താം താവതിയം പ്രസൂതി സമയേ ദുർഭാരശൂലവ്യഥാ നൈരുച്യം തനുശോഷണം മലമയീ ശയ്യാജ സംവത്സരിം ഏകസ്യാപിന ഗർഭഭാരഭരണ ക്ലേശസ്യ യസ്യാക്ഷമോ ധാതും ദുഷ്കൃതി മുന്നതോപി തനയ തസ്യൈശനന്യേ നമ. അമ്മമാര് മക്കളെ പൂജിക്കുന്ന ഒരു കാലം വരണം. അതിനാദ്യം വേണ്ടത് സ്ത്രീത്വമാവണം, പൗരുഷമാവണം. നമുക്കിപ്പോ രണ്ടുമില്ല. ഇപ്പോഴത്തെ കാലത്ത് എങ്ങനെയാ? സ്ത്രീ ഇല്ല, പൗരുഷവും ഇല്ല. സ്ത്രീ ചെയ്യണ കാര്യമൊക്കെ ഇപ്പൊ ചെയ്യണത് ആരാ? പുരുഷൻ ചെയ്യണമൊക്കെ ഇപ്പൊ ചെയ്യണത് ആരാ? സ്ത്രീയാണ്. കണ്ടില്ല? ഇപ്പൊ ഫെമിനൻ ക്വാളിറ്റി എന്ന് പറയുന്നതാണ് ഇപ്പൊ മുടി. ഇപ്പൊ ആളുകൾക്ക് സ്ത്രീകൾക്കൊന്നും ഇപ്പൊ മുടിയില്ല. ഉണ്ടോ? മുടിയില്ല. ഉണ്ടെങ്കിൽ തന്നെ എലിവാല് പോലെ രണ്ടെണ്ണം ഉണ്ടാവും. അത് നല്ലൊരു മഴ പെയ്താൽ ഒലിച്ചു പോവുകയും ചെയ്യും. ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന കമ്മലൊക്കെ ഇട്ടുകൊണ്ട് ഇപ്പൊ നടക്കണത് ആരാപ്പോ? കണ്ടില്ലേ? ചെറുപ്പക്കാരൊക്കെ ഇപ്പൊ കമ്മലിട്ട് നടക്കുക. സ്ത്രീ ഇടുന്നത് പുരുഷൻ ഇടുന്നത് സ്ത്രീ. ആകെ ഇപ്പൊ താറുമാറായ ഒരു അവസ്ഥ അങ്ങനെ വരികയാണ്. പക്ഷെ നമ്മൾ ആലോചിച്ച് നോക്കേണ്ടതുണ്ട്. നമ്മൾ വളരെ സൂക്ഷ്മമായിട്ട് ചിന്തിക്കേണ്ടതുണ്ട്. ഇവിടെ ഈ അമ്മ ആ കുട്ടിക്ക് പാല് കൊടുക്കുക എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ഒരുപാട് തത്വങ്ങൾ അതിൽ ഗ്രഹിക്കാനുണ്ട്. സ്ത്രീത്വത്തോട് നമ്മൾ കാണിക്കുന്ന അവഗണന നാട് മുഴുവനും കലുഷിതാണ്. എന്തെല്ലാം അപകടങ്ങൾ, എന്തെല്ലാം വിഷമങ്ങൾ, എന്തെല്ലാം ക്രൂരതകൾ സ്ത്രീകളോട് ചെയ്യുന്നു. ഇവിടെ ബാലലീല പറഞ്ഞു പോകുമ്പോൾ ഇതൊന്നും പറയാതിരിക്കാൻ പറ്റില്ല. കാരണം ഭാരത സ്ത്രീ എന്ന് പറയുന്നത് അതിൻ്റെ ഭാവശുദ്ധിയും വിശുദ്ധതയും നമ്മളിതാ പതുക്കെ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ചൊക്കെ നമ്മൾ ക്രിയേറ്റീവായിട്ട് ചിന്തിക്കണം. കുട്ടികൾക്ക് പാല് കൊടുക്കണം അമ്മമാര്. അതിന് യാതൊരു തർക്കം ഉണ്ടാവാൻ പാടില്ല. യശോദയും കൃഷ്ണനും നമ്മൾക്ക് കാണിച്ചു തരുന്നത് അതാണ്. ഇവിടെ നമ്മൾ പറയുന്നുണ്ടല്ലോ, ഇപ്പൊ സ്ത്രീകൾക്കൊക്കെ രോഗങ്ങളാണ്. ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാവുന്ന, ഏറ്റവും കൂടുതൽ ഇന്നത്തെ കാലത്തുള്ള പ്രശ്നങ്ങളാണ് തൈറോയിഡ് പ്രശ്നങ്ങൾ. പണ്ടത്തെ ആളുകൾക്ക് ഉണ്ടായിരുന്നില്ലല്ലോ. എന്താ ഇല്ലാതിരുന്നത്? പണ്ടുള്ള ആളുകൾ ചെയ്തു വെച്ചിരുന്ന ചില പ്രോസസ്സുകളുണ്ട്. അതായത് നമ്മുടെ ജീവിതത്തിൽ പണ്ടത്തെ ഇപ്പൊ നമ്മൾ ആക്ടിവിസ്റ്റുകളും ഫെമിനിസ്റ്റുകളും ഒക്കെ വന്നിട്ട് എടുത്തു കളഞ്ഞ ചില തത്വങ്ങളുണ്ട്. പ്രാകൃതം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ സ്റ്റാൻഡേർഡ് ലൈഫിലേക്ക് പോയപ്പോൾ പണ്ടൊക്കെ നമ്മുടെ നാട്ടില് ഇതൊക്കെ പറഞ്ഞാൽ ചിലർക്ക് ഇഷ്ടപ്പെടാണ്ടൊക്കെ വരും. സാരമില്ല. പക്ഷെ പുതിയ കുട്ടികളോടൊക്കെ പറഞ്ഞു കൊടുക്കണം, യങ്സ്റ്റേഴ്സിനോട് പറഞ്ഞു കൊടുക്കണം, പഴയ ആളുകൾ ചെയ്തിരിക്കുന്ന ഒന്നും മോശമല്ല. അതൊക്കെ സന്യാസിമാരുടെ കയ്യിൽ നിന്ന് കിട്ടിയതാണ് നമ്മുടെ പൂർവികന്മാർക്ക്. അവർ വെറുതെ പറഞ്ഞാൽ അവർ പ്രാക്ടിക്കലായാണ് ചിന്തിക്കുക. ഒരു സന്യാസി ചിന്തിക്കുന്ന അത്രയും പ്രാക്ടിക്കൽ വിഷൻ നമുക്ക് കിട്ടില്ല. കാരണം അവർ തീച്ചൂളയിൽ ഉരുകി വെന്ത് വന്നവരാണ്. അവർക്ക് ജീവിതം എന്താണെന്ന് അറിയാൻ പറ്റും. ഇപ്പൊ പണ്ടത്തെ കാലത്ത് നമ്മുടെ നാട്ടിലൊരു കല്യാണം ഉണ്ട്. ഒരു പെൺകുട്ടി പ്രായപൂർത്തിയായി എന്നറിയിക്കണ ഒരു കല്യാണം ഉണ്ട്. ഇതൊക്കെ നമ്മൾ വേണ്ടാന്ന് വെച്ചു. എന്താ കാരണം? കൊള്ളില്ല, വൃത്തികേട് എന്നാ പറഞ്ഞു. പക്ഷെ നിങ്ങൾ അറിയുമോ അതിൻ്റെയൊക്കെ തത്വദീക്ഷ എന്താന്നുള്ളത്? ആ കാലഘട്ടത്തിൽ അന്നത്തെ ദിവസം ആയുർവേദത്തിലും ഒക്കെ നമ്മൾ കാണും ആ കുട്ടിക്ക് ഉണ്ടാവുന്ന ഏറ്റവും ആ മാതൃത്വത്തിലേക്കുള്ള കടന്നുവരവിൽ ഉണ്ടാവുന്ന ഏറ്റവും പെയിൻഫുൾ ആയിരിക്കുന്ന അവസ്ഥ. അന്നത്തെ ദിവസം അമ്മമ്മ എന്താ ചെയ്യുക?
തെങ്ങിന്റെ പൂക്കുലയിൽ നിന്ന് 2 എണ്ണം അടർത്തി എടുത്തിട്ട് ഒരു കഞ്ഞി അങ്ങോട്ട് വെച്ചു കൊടുക്കും. പിന്നെ ജീവിതത്തിൽ ഒരിക്കലും അവൾ വേദനാജനകമായ ഒരു ജീവിതത്തിലേക്ക് പോയില്ല. അന്നത്തെ ദിവസം ആളുകളൊക്കെ വന്ന് ഉണ്ണും, ആണുങ്ങളൊക്കെ. അന്ന് ആ പ്രദേശത്തുള്ള ആണുങ്ങളൊക്കെ മനസ്സിലാക്കും, നാളെ തൊട്ട് ഞാൻ ഇന്നലെ വരെ എൻ്റെ കൂടെ കളിച്ചു ചിരിച്ച് നടന്ന ഈ പെൺകുട്ടിയോട് പക്വതയോടുകൂടിയേ പെരുമാറാവൂ. ഒരിക്കലും ഞാൻ അവളോട് ഒരു തമാശ ഇനി പറയാൻ പാടില്ല. അവളെ കാണേണ്ടത് അമ്മയായിട്ടാണ്. അവളാണെങ്കിലോ തൻ്റെ നേരെ വരുന്ന ചെറുപ്പക്കാരുടെ ഒരു അകലം പാലിക്കാൻ അവൾ അന്ന് പഠിച്ചു. അന്ന് അവൾക്ക് ഉപഹാരങ്ങളൊക്കെ കിട്ടും. അന്ന് അവളുടെ കണ്ണുകളിൽ ലജ്ജയുണ്ടാകും. ആ ലജ്ജാ ഹോർമോണുകൾ ബ്രെയിനിൽ നിന്ന് ഹൈപ്പോതലാമസായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ ഒരിക്കലും അവള് ഹൈപ്പോ തൈറോയിഡോ മൈക്രോ തൈറോയിഡോ ഒന്നും വരാതെ ഒരു കാലഘട്ടം അത്രയും സംരക്ഷിതമായി ജീവിച്ചു പോന്നു. ഇതൊക്കെ ഏതോ അമ്മൂന ഭാഷ പഠിച്ചു എന്ന് പറഞ്ഞിട്ട് നമ്മൾ തള്ളിക്കളഞ്ഞപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് അത്രയും രോഗങ്ങൾ, നമ്മുടെ അമ്മമാരുടെ മാതൃത്വങ്ങൾ ഛേദിക്കപ്പെടുന്നു. എന്തെല്ലാം തരത്തില്. പണ്ടത്തെ ഒരൊറ്റ ദിവസം, ഏതാ ദിവസ? തിരുവാതിര രാവ് കഴിഞ്ഞുപോയി. തിരുവാതിര രാവ്. ആ തിരുവാതിര രാവിലെ ഒരു പുഴുക്കുണ്ടാക്കും. എന്താ അതിന്റെ പേര്? എട്ടങ്ങാടി എന്ന് പറയും ഞങ്ങളുടെ നാട്ടിലൊക്കെ. ആ എട്ടങ്ങാടി കഴിക്കും. എന്നിട്ട് രാവിലെ ആവണത് വരെ തിരുവാതിര കളിക്കും. നല്ലൊരു എക്സസൈസാ. ഇപ്പൊ തിരുവാതിര ഉണ്ടോ? ഇപ്പൊ ചേട്ടന്റെ നെഞ്ചത്താണ് തിരുവാതിര. അതാപ്പോ രസം. ആ തിരുവാതിര കളിക്കുക എന്ന് പറഞ്ഞാൽ നിസാര കാര്യമൊന്നുമല്ല. ഇത് മാതൃത്വത്തിന്റെ ലോകമാണ്, മാതൃത്വത്തിന്റെ തലമാണ്. ആ തലം നമ്മൾ അവിടെ കൃഷ്ണാവതാര രംഗത്തിൽ എത്ര സമൂർത്തമായിട്ടാണ് കാണണത്. ആ ഉണ്ണിയതാ യശോദാമ്മ മാറോട് ചേർത്ത് വെച്ചിട്ട് പാല് കൊടുക്കുകയാണ്. ഇതൊരു അപേക്ഷയാണ്. ഈ സത്രം കൊണ്ട് മറ്റൊന്നും ഉണ്ടായില്ല വെച്ചാൽ, ഈ പ്രഭാഷണം കൊണ്ട് ഒന്നും ഉണ്ടായില്ല വെച്ചാൽ വേണ്ട, കുട്ടിക്ക് പാല് കൊടുക്കാനെങ്കിലും ഒരു സന്ദേശം എല്ലാ അമ്മമാരും ഇവിടെ ഇരിക്കുന്നവരൊന്ന് കൊടുക്കുക. നമ്മുടെ നാളത്തെ തലമുറയ്ക്ക് കഴിവും കരുത്തുണ്ടാവട്ടെ, ഭാസുരമാവട്ടെ അവരുടെ ജീവിതങ്ങൾ. ഇവിടെ രാവിലെ എഴുന്നേറ്റ് വന്ന ആ ഉണ്ണി അമ്മയുടെ മടിയിലിരുന്നു. പക്ഷെ യശോദാമ്മ എന്താ ചെയ്തത്? യശോദാമ്മ തൈര് കടയണത് നിർത്തിവെച്ചില്ല കേട്ടോ. ഇങ്ങനെ കൈ ഇങ്ങനെ കോണോട് കോണ് ചേർത്ത് വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ആരെ ഇരുത്തി? ഉണ്ണിയെ ഇരുത്തി. എന്നിട്ടോ തൈര് കടയ്യ. യശോദാമ്മയ്ക്ക് വേണമെങ്കിൽ ഈ മൾട്ടിപർപ്പസ് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. കാരണം എന്താ വെച്ചാൽ നന്ദഗോപനുള്ളതേ 9 ലക്ഷം പശുക്കളാണ്, നിസാരമൊന്നുമല്ല. ആ പശുക്കളൊക്കെ ഉണ്ട്. പക്ഷെ യശോദാമ്മ നല്ല സൂക്ഷ്മതയുള്ള ആളാണ്. അതുകൊണ്ട് വിചാരിച്ചു എന്താ ചെയ്യേണ്ടത്? ഉണ്ണിയെ ഇങ്ങനെ ചാരി ഇരുത്തിയിട്ട് പാല് കൊടുക്കാം. അപ്പോൾ ഈ ജോലിക്ക് തടസ്സമാവില്ലല്ലോ. പാല് കുടിക്കുന്ന ആൾക്കൊരു ആട്ടം കൂടി ആയിക്കോട്ടെ. അപ്പൊ അങ്ങനെ ഏതായാലും ഇങ്ങനെ പാല് കുടിക്കണോ, ആടുന്നു. ഭട്ടതിരിപ്പാടിന്റെ മാസ്റ്റർ പീസാണ് ഉലൂഖല ബന്ധനം. എന്താ ഭട്ടതിരി പറയണത്? ഏകദാധിവിമാധകാരിണീം മാതരം സമുപസേതിവൽ ഭവാൻ സ്തന്യലോലുപതയാ നിവാരയൻ അങ്കമേത്യ പപിവാൻ പയോധരോ. പാല് കുടിക്കുകയാണ്. മനോഹരമായിട്ട് അങ്ങനെ പാല് കുടിക്കണു. എങ്ങനെയാ പാല് കുടിക്കണമെന്ന് വെച്ചാൽ ദാ അർത്ഥപീത കുച്ചകുട്മളെ ത്വയി സ്നിഗ്ധഹാസ മധുരനാനനാംബുജേ ദുഗ്ധമീശ ദഹനേ പരിശ്രുതം ദർത്തുമാശു ജനനീ ജഗാമതേ. അർത്ഥപീത കുച്ചകുട്മളെ ത്വയി. ആ പാല് കുടിക്കണതിന്റെ രസത്തിലെ കണ്ണുകളൊക്കെ പാതി ചാമ്പി മയങ്ങിയിട്ടുണ്ട്. ആ രസം അങ്ങനെ ആസ്വദിക്കുകയാണ്. മനോഹരമായിട്ട് ആ കണ്ണൊക്കെ ഇങ്ങനെ മയങ്ങിയിരിക്കണു. എന്നിട്ടോ 2 പാല് എന്നാ ഭട്ടതിരി പറയണത്. ഒരു മുഖത്ത് 2 പാല്. എങ്ങനെയാ 2 പാല്? സൈഡിൽ ഇങ്ങനെ പാല് ചെരിഞ്ഞാണല്ലോ കിടക്കണത്. പാൽ ഒരു സൈഡിൽ കൂടെ അങ്ങനെ ഒഴുകുക ഒരു ഭാഗത്തൂടെ. രണ്ടാമതോ സ്നിഗ്ധഹാസം, ഒരു മനോഹരമായ പുഞ്ചിരി. അപ്പൊ 2 പാല് അങ്ങനെ പ്രകാശിക്കണ മുഖത്ത്. എന്നിട്ടോ പാല് മനോഹരമായിട്ട് കുടിച്ചോണ്ടിരിക്കുന്നതിന്റെ ഇടയിലേ ഒരു അബദ്ധം ഉണ്ടായി. യശോദാമ്മ എന്താ ചെയ്തത്? അപ്പുറത്ത് 3 ഇഷ്ടിക വെച്ചിട്ട് ഒരു കലത്തില് 1 ലിറ്റർ പാല് വെച്ചിട്ടുണ്ട് തിളപ്പിക്കാൻ. ഈ പാല് തിളയ്ക്കാറാവുമ്പോ ഒരു ശബ്ദം ഉണ്ടാവുമല്ലോ. ഈ ശബ്ദം കേട്ടപ്പോഴേക്കും യശോദാമ്മ ഉണ്ണിയെ മാറിൽ നിന്ന് ബലമായിട്ട് അടർത്തി മാറ്റിയിട്ട് ആ പാലെടുക്കാൻ അങ്ങോട്ട് പോയി. എന്താ ഉണ്ടായത്? സാമീപീതരസഭംക സംകത ക്രോധഭാര പരിഭൂത ചേതസാം മന്തദണ്ഡമുപഗൃഹ്യ പാഠിതം ഹന്തദേവ തതിഭാചനം ത്വയാ. സാമി പീതരസഭംക സംകത ക്രോധഭാര പരിഭൂത ചേതസാ. ദേഷ്യം അങ്ങോട്ട് വന്നു എന്നാണ്. എന്താ ദേഷ്യം വരാൻ കാരണം? അമ്മയ്ക്ക് എന്നെക്കാളും പ്രിയം 1 ലിറ്റർ പാലില്ലേ, ഞാൻ ശരിയാക്കി കൊടുക്കാം എന്നങ്ങോട്ട് വിചാരിച്ചിട്ട് എന്താ ചെയ്തത്? ദേഷ്യം വന്നു, രസഭംഗം വന്നു. രസിച്ചൊരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഭംഗം ഉണ്ടായാൽ ദേഷ്യം ഉണ്ടായി. എന്നിട്ട് എന്താ ഭട്ടതിരി എഴുതിയ എന്താ അറിയോ? ഗുരുവായൂർ ഇരുന്നിട്ടാണുള്ളത് എഴുതുക. അപ്പൊ എഴുതി എന്താ വെച്ചാൽ മന്തദണ്ഡം ഉപഗൃഹ്യ പാഠിതം എന്ന് എഴുതി വെച്ചു. ശരിക്ക് ഭാഗവത്തിൽ പറഞ്ഞുള്ള എന്താ വെച്ചാൽ അമ്മിക്കുഴ കൊണ്ടുവന്നിട്ട് ഈ കലത്തിന്റെ മുകളിൽ ഇട്ടു എന്നാണ്. പക്ഷെ ഭട്ടതിരി അവിടെ വിചാരിച്ചെന്താ വെച്ചാൽ
ചെറിയ കുട്ടിയല്ലേ. അപ്പൊ ഈ അമ്മിക്കൊഴവി കൊണ്ടുവരാനുള്ള ശക്തി ഉണ്ടാവണമെന്നില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് മത്തദണ്ഡം, അതായത് ആ മത്തെടുത്തിട്ട് ഒറ്റപ്പട അങ്ങോട്ട് പിടിച്ചു, അത് പൊട്ടിയെന്ന് എഴുതിയത്. അപ്പോൾ എഴുതി കഴിഞ്ഞപ്പോൾ ഗുരുവായൂരപ്പൻ അകത്തുനിന്ന് പറഞ്ഞു എന്നാണ്, ഭട്ടതിരി എഴുതിയതൊക്കെ നന്നായിട്ടുണ്ട്, പക്ഷെ ഞാൻ അമ്മിക്കുഴ തന്നെയാണ് കൊണ്ടുവച്ചത് എന്ന് പറഞ്ഞു എന്നാണ്. എന്നിട്ട് പക്ഷേ വേറൊരു കാര്യമുണ്ട്, എന്നിട്ട് ഗുരുവായൂരപ്പൻ പറഞ്ഞു എന്നാണ്, ഭട്ടതിരി മാറ്റി എഴുതണ്ട കേട്ടോ, ഞാൻ അന്നത്തെ ആ ധൃതിക്ക് മറന്നുപോയതാണ് ഈ മത്തിൻ്റെ കാര്യം. ഇതാണ് ഭഗവാനും ഭക്തനും തമ്മിലുള്ള ബന്ധം. ഭക്തൻ എന്തെങ്കിലും അങ്ങോട്ട് പറഞ്ഞാലുണ്ടല്ലോ, സംശയം വേണ്ട, ഭഗവാൻ അതങ്ങോട്ട് സാധിക്കും. എന്ന് വെച്ചിട്ട് നമ്മൾ പറയാൻ നിൽക്കണ്ട കേട്ടോ, നമ്മൾ ഭക്തരാണോ എന്നുള്ളത് നമ്മൾ ഉറപ്പിച്ച് ചിന്തിച്ച് നോക്കണം. അതങ്ങനെ തന്നെയാണ്. പോത്തണ്ണ എന്ന് പറഞ്ഞിട്ടൊരു മഹാത്മാവുണ്ട്, കന്നഡയിൽ തെലുങ്കില് ഒരു ഭാഗവതം എഴുതിയിട്ടുണ്ട്. അദ്ദേഹം വലിയ പണ്ഡിതനൊന്നുമല്ല, പക്ഷെ അദ്ദേഹം ഒരിക്കൽ ഭാഗവതം അങ്ങനെ വ്യാഖ്യാനിച്ച് എഴുതുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു മകളാണ് അദ്ദേഹത്തെ ശുശ്രൂഷിക്കാൻ നിൽക്കുക. അപ്പം ഈ മകൾ എപ്പോഴും അച്ഛനെ ശ്രദ്ധയായിട്ട് അങ്ങനെ ശുശ്രൂഷിക്കും. അപ്പം ഈ പോത്തണ്ണയ്ക്ക് ഒരിക്കൽ ഗജേന്ദ്രമോക്ഷ എഴുതുമ്പോൾ ക്ഷേത്രജ്ഞായ നമസ്തുഭ്യം സർവാധ്യക്ഷായ സാക്ഷിണേ എന്നുള്ള ശ്ലോകത്തിന് അർത്ഥം അങ്ങോട്ട് പിടികിട്ടാവുന്നു. അപ്പോൾ പോത്തണ്ണ വേഗം ആ കോവിലിൽ ചെന്നിട്ട് തൊഴുതു നിൽക്കുകയാണ്. അപ്പോൾ തിരിച്ച് പെട്ടെന്ന് വരണത് കണ്ടു, മകള് പോത്തണ്ണ വരണത് കണ്ടു. അപ്പം എല്ലാ ദിവസവും എപ്പോഴും ഏത് നേരവും അച്ഛൻ പുറത്തേക്ക് പോയി തിരിച്ചു വരുമ്പോൾ കാല് കഴുകിയും മകള്. പക്ഷേ ഒരിക്കലും പോത്തണ്ണ സമ്മതിക്കില്ല. ഹേയ് നീ കഴുകണ്ട, ഞാൻ കഴുകാന്ന് പറഞ്ഞിട്ട് കിണ്ടി അങ്ങോട്ട് വാങ്ങി കഴുകും. പക്ഷെ ഇത്തവണ അച്ഛൻ്റെ ധൃതി കാരണമൊന്നറിയില്ല, അച്ഛൻ വന്ന സമയത്ത് മകള് കാല് കഴുകാനായിട്ട് അങ്ങോട്ട് തുടങ്ങി. അച്ഛൻ വെച്ചു കൊടുത്തു, കാല് നന്നായിട്ട് അങ്ങോട്ട് തുടച്ചു. ഒക്കെ കഴിഞ്ഞു, അകത്ത് പോയി എഴുതിയിട്ട് പിന്നെ ഇറങ്ങി പുറത്തേക്ക് പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ വന്നു. അപ്പോൾ മകള് വീണ്ടും സന്തോഷത്തോടു കൂടി ഈ പാത്രം കൊണ്ടുവന്നിട്ട് കഴുകാൻ നോക്കുമ്പോൾ പോത്തണ്ണ പറഞ്ഞു, നീ എന്തിനാ ഇങ്ങനെ ചെയ്യണത്, ഞാൻ നിന്നെ സമ്മതിക്കാം. അപ്പോൾ പറഞ്ഞു, അയ്യോ അച്ഛനല്ലേ കുറച്ച് മുമ്പേ എന്നെ കാല് കഴിക്കാൻ അനുവദിച്ചത്. അപ്പോൾ പറഞ്ഞു, ഇല്ലല്ലോ, ഞാൻ അങ്ങനെ ചെയ്തിട്ടേ ഇല്ലല്ലോ. അപ്പോൾ പോത്തണ്ണയ്ക്ക് ഒരു സംശയം, അതെന്താ അപ്പം അങ്ങനെ പറഞ്ഞത് മകള്? ഓടി അകത്ത് ചെന്ന് നോക്കുമ്പോൾ ആ ഭാഗം മുഴുവൻ എഴുതി വെച്ചിട്ടുണ്ട്. ഭഗവാൻ തന്നെ പോത്തണ്ണയുടെ രൂപത്തിൽ വന്നിട്ട് എഴുതി കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോയി എന്നാണ്. പക്ഷേ ഭഗവാനെ ശുശ്രൂഷിക്കാൻ അവിടെ യോഗം ഉണ്ടായത് ആർക്കും കൂടിയാണ്? ആ മകൾക്കാണ്. ഇതാണ് ഭക്ത ശുശ്രൂഷയുടെ മഹത്വം എന്ന് പറഞ്ഞാൽ. ഭക്തന്മാരെ ശുശ്രൂഷിക്കുക എന്ന് പറയുന്നത് വലിയൊരു തത്വമാണ്. ഇവിടെ ഏതായാലും മന്ദദണ്ഡമുപഗൃഹ്യപാഠിതം ഹന്തദേവദതി വാചനം തോയ, മത്തെടുത്ത് പട്ടച്ചു എന്ന് പട്ടതിരി, ഏതായാലും അമ്മിക്കുഴവി കൊണ്ടുവന്നു എന്ന് കൃഷ്ണൻ. ഏതായാലും സംഗതി അങ്ങോട്ട് പൊട്ടി ചിന്നിച്ചെതറി. എന്താ പറയണത്? ഉച്ഛലധ്വനിതമുച്ചകൈസ്തദാ സന്നിശമ്യ ജനനീ സമാദ്രുത തദ്യശോ വിസരവദ്ദദർശസ സദ്യയേ വദതി വിസ്തൃതം ക്ഷിതൗ. ഹേ ഗുരുവായൂരപ്പ, അവിടുത്തെ പ്രശസ്തി ഭൂമണ്ഡലത്തിൽ അങ്ങനെ വ്യാപരിക്കണത് മാതിരി പാലും തൈരും ഒക്കെ പുറത്തേക്ക് ഒഴുകിയെന്നാണ്. അകത്ത് കയറി ചെന്നിട്ട് എന്താ ചെയ്തത്? അകത്ത് കയറി ചെന്നിട്ട് വെണ്ണയും പാലും ഒക്കെ കഴിക്കാൻ തുടങ്ങി. കഴിച്ച് അണ്ണാക്ക് വരെ ഫില്ല് ചെയ്തു. ഇനി സ്ഥലമില്ല. അപ്പോഴാണ് കുഞ്ഞിപ്പൂച്ചകളുടെ ഒക്കെ മുഖത്തൊക്കെ ഈ വെണ്ണയുടെ ഉരുളങ്ങനെ ഒട്ടിച്ചൊട്ടിച്ച് കൊടുത്തു. എന്തിനാ അത്? പൂച്ചയുടെ മീശയിലൊക്കെ ഇങ്ങനെ വരച്ചു, വാലിലൊക്കെ വെണ്ണ കൊണ്ട് അലങ്കാരങ്ങൾ ചെയ്തു വെച്ചു. എന്തിനാ? ഒരു മുൻകൂർ ജാമ്യാണ്. അമ്മ വരുമ്പോ പറയാലോ, അമ്മ ഇത് ഞാനല്ലാട്ടോ ചെയ്തത്, ഈ പൂച്ചകളൊക്കെ കൂടെ ചെയ്തതാണെന്ന് പറയാനാണ്. ഏതായാലും ഈ ഒച്ച കേട്ടപ്പോൾ യശോദയ്ക്ക് മനസ്സിലായി പാലും ഒക്കെ പുറത്തേക്ക് ഒഴുകുകയാണ്. എന്താ അയാൾ ചെയ്യണതെന്ന് മനസ്സിലായി. യശോദാമ്മയുടെ വരവാ പറയണത്. ദേഷ്യം അങ്ങോട്ട് വന്നു. യശോദാമ്മ ഒരു കയറും വടിയായിട്ട് വരികയാണ്. എന്താ? ഉണ്ണിയെ കെട്ടിയിട്ടിട്ടടിക്കണം. അങ്ങനെ കെട്ടിയിട്ടിട്ടടിക്കാനായിട്ട് വരണ വരവ് കാണുകയാണ് ഉണ്ണി. ഓടാൻ തീരുമാനിച്ചു. സാധാരണ എന്തെങ്കിലും കുരുത്തക്കേടൊക്കെ കാണിച്ചാൽ എങ്ങനെയാ പതിവ് വെച്ചാൽ പതുക്കെ ഒരു ഗോഷ്ഠി കാണിക്കും, അല്ലെങ്കിൽ ഒന്ന് കണ്ണിറുക്കി കാണിക്കും, കാല് പൊന്തിച്ച് കാണിക്കും, നന്നായിട്ടൊന്ന് ചിരിക്കും. പക്ഷെ ഇതിലൊന്നും അമ്മ വീണില്ല. ആകെ കുഴപ്പമായി. അമ്മ ഓടി വരികയാണ്. തല്ല് കിട്ടുന്ന ഉറപ്പായി. വടിയുടെ വലിപ്പവും കയറിൻ്റെ ഒക്കെ വലിപ്പവും കണ്ടപ്പോൾ വിഷമായി. ഓടാനായിട്ട് അങ്ങോട്ട് തുടങ്ങി. ഓടാനായിട്ട് കാല് പൊന്തിച്ചിട്ടേ അവിടെ തന്നെ ആദ്യം വെച്ചു എന്നാണ്. അതെന്താ അങ്ങനെ വെച്ചാൽ എന്താ വെച്ചാൽ ഒരു ചിന്ത വന്നു. അതെ, ഓടണ്ട, ഓടിയാലേ അമ്മ പിടിക്കും. അമ്മ പിടിച്ചാൽ ചോദിക്കും, ഞാൻ വന്നപ്പോൾ നീ എന്തിനടാ ഓടിയെന്ന് പറഞ്ഞിട്ട് 2 കൂടുതൽ കിട്ടും. അപ്പൊ വേണ്ടാന്ന് വെച്ചിട്ട് കാല് അവിടെ തന്നെ വെച്ചു. പക്ഷെ രണ്ടാമതൊന്നും കൂടെ കാല് പൊന്തിച്ചിട്ട് രണ്ടാമത് പിന്നെ അവിടെ തന്നെ വെച്ചു. അതെന്താ രണ്ടാമത്? വടിയുടെ വലിപ്പം കണ്ടപ്പോൾ ഓടാതിരിക്കാൻ നിവൃത്തിയില്ല. ഓടാനായിട്ട് രണ്ടാമത് ചിന്തിച്ചപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഗോപികമാരുടെ വീട്ടിലേക്ക് ചെല്ലാം. അവരൊക്കെ നല്ല ആളുകളാ. അവിടെ ചെന്നാൽ അവര് പറയും, യശോദയെ പാവം കുട്ടി അടിക്കാൻ പാടൂ എന്നൊക്കെ പറയും. അപ്പോൾ രക്ഷപ്പെടാം. അപ്പൊ കാല് പൊന്തിച്ച് ഓടാൻ തുടങ്ങിയപ്പോഴല്ലേ, അയ്യോ ഓടാൻ പറ്റില്ല, അവിടേക്ക് ചെന്നാലേ കുഴപ്പാ. ഇന്നലെയൊക്കെ അവരുടെ വീട്ടിൽ പോയി കട്ടിട്ടുണ്ട്. അവിടെ ചെന്നാൽ വേറെ നല്ലത് കിട്ടും. അപ്പോ ഇനി ഓടാൻ നിവൃത്തിയില്ല. പക്ഷെ വീണ്ടും കാല് അങ്ങോട്ട് പൊന്തിച്ചു. കാല് പൊന്തിച്ചത് മാത്രല്ല,
അമ്മതാ അടുത്തെത്തിയപ്പോഴേക്ക് ഓടി 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 ഓടി. ഇവിടെ വൈഷ്ണവാചാര്യന്മാരൊരു കഥ പറയും. ദതിഭാണ്ഡൻ എന്ന് പറഞ്ഞിട്ട് ഒരു കുലാലൻ, ഒരു കൊടണ്ടാക്കുന്ന ആളുടെ വീട്ടിൽ കയറിയെന്നാണ്. അവിടെ ചെന്നിട്ട് ദതിഭാണ്ഡനോട് പറഞ്ഞു, ദതിഭാണ്ഡ എന്നെ എങ്ങനെങ്കിലും ഒന്ന് രക്ഷിക്കണം, കാരണം അമ്മതാ എന്നെ അടിക്കാൻ വരികയാണ്, നീ മാത്രമേ ഉള്ളൂ എനിക്ക് ആശ്രയം എന്ന് പറഞ്ഞു. ദതിഭാണ്ഡൻ പറഞ്ഞു, നന്നായി പോയി കൃഷ്ണ, ഞാൻ നിന്നെ എന്നും ഇതിലേ പോകുമ്പോൾ വിളിക്കാറില്ലേ, കുറച്ചു നേരം എൻ്റെ ഈ പഴക്കുടലിൽ വന്നിരിക്കൂ, ഞാൻ നിന്നെ ഒന്ന് കണ്ണു നിറച്ച് കാണട്ടെ എന്ന് പറയുമ്പോൾ നീ എന്താ ഇപ്പൊ സമയമില്ല എന്ന് പറഞ്ഞ് ഗസറ്റഡ് ഓഫീസർ പോണ മാതിരി പോയതല്ലേ, നന്നായി പോയി, കിട്ടട്ടെ 4 എണ്ണം നിനക്കെന്ന് പറഞ്ഞു. അപ്പൊ കരയാൻ തുടങ്ങി. ആ കരച്ചിലൊക്കെ കണ്ടപ്പോൾ ആരുടെ ഹൃദയം ആലയാതിരിക്കുക. ദതിഭാണ്ഡൻ ചോദിച്ചു, ഞാൻ നിന്നെ എങ്ങനെ രക്ഷിക്കുക? അപ്പൊ തലല്ലാത്ത വലിയ കലുണ്ട്, പണി തീരാത്ത, അതിനിടയിലിട്ട് മൂടിക്കോളാൻ പറഞ്ഞു. അങ്ങനെ വലിയ കലത്തിനകത്തിട്ട് മൂടി വെച്ചു. ചെറിയൊരു ഓട്ടയിട്ട് കൊടുത്തെന്തിനാ, ശ്വാസം കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഏതായാലും അകത്തിരുന്നു, പമ്മി ഇരുന്നു ആള്. അപ്പൊ അമ്മ അങ്ങോട്ട് വന്നു. അമ്മ വന്നിട്ട് ചോദിച്ചു, ദതിഭാണ്ഡനോട് ചോദിച്ചു, ഉണ്ണി ഇതിലെങ്ങാനും വരുന്നുണ്ടായോ? കള്ളന്റെ കൂടെ കൂടിയവനും കള്ളനായി. പറഞ്ഞു, ഇതിലേക്കൊന്നും വന്നൊന്നുമില്ല കേട്ടോ, ഒന്ന് സാധാരണ വരണതാണെന്നൊക്കെ പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ അമ്മ അങ്ങോട്ട് പോയി, ശരീരം വിയർക്കാൻ തുടങ്ങി, കഴിച്ച വെണ്ണയൊക്കെ ദഹിച്ചു. ഇനി എങ്ങനെ തന്നെ പോകണം? അമ്മയുടെ അടുത്തേക്ക് തന്നെ പോകണം. ദതിഭാണ്ഡനോട് പറഞ്ഞു, അയ്യോ ദതിഭാണ്ഡ, എനിക്ക് ശ്വാസം മുട്ടണു, കണ്ണ് നിറയണു, ആകെ പ്രശ്നം എന്നെ തുറന്നു വിടൂ എന്ന് പറഞ്ഞപ്പോഴാണ് ദതിഭാണ്ഡൻ പറഞ്ഞു, കിടക്ക കൃഷ്ണ നീ എവിടെ? ഇങ്ങനെ എത്ര 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 അമ്മമാരുടെ വിശുദ്ധമായ കലശക്കുടങ്ങളാകുന്ന ഗർഭാധാന സംസ്കാരങ്ങളിൽ നീ ഞങ്ങളെ ഇട്ട് ശ്വാസം മുട്ടിക്കുന്നവനാണ്, അറിയണം നീ ഇതിന്റെ വിഷമം. എന്നിട്ട് പറഞ്ഞു, വൃന്ദാവനം എന്ന പുണ്യഭൂമിയെ എന്നേക്കുമായി സകല മണ്ഡരികൾക്ക് പോലും മോക്ഷം കൊടുക്കാൻ ചാൽ ഞാൻ നിന്നെ തുറന്നു വിടാമെന്ന് പറഞ്ഞു. നിവൃത്തി വേണ്ടേ, ഭക്തൻ പറഞ്ഞാൽ പിന്നെ ഒന്നും ആവില്ല. ആ കലം പോയിട്ട് അതിനെ വക്ക് പിടിച്ച് പൊന്തിക്കാനാവില്ല. ക്രൂരമ്മയുടെ ബന്ധനം നമുക്ക് ഓർമ്മയില്ലേ? ഏതായാലും സമ്മതിച്ചു. അങ്ങനെ പുറത്തിറങ്ങി. ദതിഭാണ്ഡനോട് താങ്ക്സ് ഒക്കെ പറഞ്ഞു, സന്തോഷമായി. ഇനിയിപ്പോ തിരിച്ചങ്ങോട്ട് ഓടണം. തിരിച്ചോടാൻ നോക്കിയപ്പോഴല്ലേ ഓടാൻ പറ്റില്ല. ആകെ കുടുങ്ങിപ്പോ. എന്താ അറിയോ, നേരത്തെ ധൃതിയിൽ കണ്ടില്ല, ട്രൗസർ ഇട്ടിട്ടില്ല, ആകെ പ്രശ്നമായി. അപ്പോ പതുക്കെ നോക്കി, പുറത്തേക്കൊന്ന് നോക്കി. എന്തിനാ നോക്കിയത്? ആരെങ്കിലുമൊക്കെ ഗോപികമാര് നിൽക്കുന്നുണ്ടോ എന്ന് നോക്കുകയാണ്. ഒന്ന് ചെറുതായിട്ടൊന്ന് പുറത്തേക്ക് നോക്കിയപ്പം കണ്ടു, എന്താ എല്ലായിടത്തും ഗോപികമാര് നിൽക്കുകയാണ്. അവർക്കറിയാം ശീവേലി അങ്ങോട്ട് പോയിട്ടുണ്ട്, ഇങ്ങോട്ട് വരുന്നറിയാം. അപ്പൊ അതുകൊണ്ട് ഇവരൊക്കെ കാണാൻ നിൽക്കുകയാണ്. അപ്പൊ എന്താ ഒരു ഐഡിയ എന്താ വെച്ചാൽ, ഇനി വേറെ നിവൃത്തിയൊന്നുമില്ല. എനിക്ക് തുണിയില്ല എന്നുള്ളത് ഞാൻ കണ്ടാന്നാണൊന്നുമില്ല, പക്ഷെ എനിക്ക് തുണിയില്ല എന്നുള്ളത് വേറൊരാൾ കണ്ടാലല്ലേ നാണുള്ളൂ. അപ്പൊ എന്താ ചെയ്യുക, കണ്ണടച്ചിട്ട് ഒറ്റ ഓട്ടം അങ്ങോട്ട് കൊടുക്കാം എന്ന് വിചാരിച്ചു. കണ്ണടച്ചിട്ട് അങ്ങോട്ട് ഓടി. അമ്മയുടെ കയ്യുമ്മലിൽ തന്നെ ചെന്നിട്ട് ഇതാ പറ്റിക്കിടന്നു. ഏതായാലും അമ്മ പിടിച്ചു. പക്ഷെ എത്ര ശ്രമിച്ചിട്ടും യശോദ അമ്മയ്ക്ക് ആ ഒരൽമൽ കെട്ടാനായില്ല എന്നാണ്. എത്ര പ്രാവശ്യം ശ്രമിച്ചു. അവസാനം ദാ ആ കയറിനൊക്കെ 2 അങ്കുലം കുറവ്. അവസാനം യശോദ അമ്മ തളർന്നു, വിഷമിച്ചു, കണ്ണുകളൊക്കെ നിറഞ്ഞു. അപ്പോഴാണ് ഭഗവാൻ പറഞ്ഞത്, ദാ എന്നെ പിടിച്ചോളൂ അമ്മേ എന്ന് പറയുന്നത്. എന്താ അതിനർത്ഥം? ഞാൻ എൻ്റെ എന്ന് പറയുന്ന 2 വികാരങ്ങള് നമ്മളിൽ നിന്ന് പോവാത്ത പക്ഷം ഭഗവാനെ നമുക്ക് കിട്ടാൻ പോണില്ല. എത്ര ലീല വേണമെങ്കിലും നമുക്ക് സന്തോഷമായിട്ടിരുന്ന് പറയാം. ഇതിന്റെ തത്വദീക്ഷ എന്താ വെച്ചാൽ, വിശ്രാന്തിയിലേക്കാവണം നമ്മുടെ യാത്ര. എത്ര കാലുഷ്യം പിടിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ നിന്നും നമ്മളെ പഠിപ്പിക്കേണ്ടത് കൃഷ്ണൻ എന്താ പഠിപ്പിക്കേണ്ടത്? ഹൃദയവിശുദ്ധതയുടെ ഏറ്റവും ദൃഢമായിരിക്കുന്ന പ്രശാന്തതയുടെ അവസ്ഥയിലേക്കാണ് നമ്മൾ പോവേണ്ടത്. അതിനാദ്യം വേണ്ടത് എന്താ? സ്നേഹം തന്നെയാണ് ഇതിനാസ്പദം. അദ്വൈതം എന്ന് പറയുന്നത് യൂണിവേഴ്സിറ്റിയിൽ റിസർച്ച് ചെയ്യാനുള്ളൊരു സബ്ജക്റ്റ് മാത്രമല്ല. അദ്വൈതം എന്ന് പറയുന്നത് സ്നേഹമാണ്. സ്നേഹമില്ലാത്തതാണ് ഇന്നത്തെ പ്രശ്നങ്ങൾക്കൊക്കെ ആധാരം. എത്ര ആളുകളാണ് വിവാഹമോചനത്തിന് ഫാമിലി കോർട്ടുകളിൽ കെട്ടിക്കിടക്കുന്നത്. നമ്മൾ എന്തുകൊണ്ട് ഇനിയിപ്പോ സ്നേഹിക്കാൻ വൈകിക്കൂടാ? ചില ആളുകളുണ്ട്, എന്താ അറിയോ, ജീവിതത്തിൽ ചിരിക്കാൻ പോലും പറ്റാത്ത ആളുകളുണ്ട്. ഭഗവാന്റെ ലീലകളിൽ ചിരിയുടെ മഹത്വം പറയുന്ന ഒരു ചെറിയ ലീലുണ്ട്. ഏകനാഥി ഭാഗവതത്തിൽ പറയുന്ന ഒരു ലീലുണ്ട്. എന്താ വെച്ചാൽ, ഈ പറയുന്ന കൃഷ്ണനും സ്തോകകൃഷ്ണൻ എന്ന് പറഞ്ഞ ഒരു കൂട്ടുകാരനും ബലരാമേട്ടനും കൂടെ കാട്ടിൽ കളിക്കാൻ അങ്ങോട്ട് പോയി. അപ്പൊ രാത്രിയായ സമയത്ത് കാട് അങ്ങോട്ട് ഇരുട്ടിയപ്പോ പിന്നെ പുറത്തിറങ്ങാൻ നിവൃത്തിയില്ലാണ്ടായി. അപ്പോ കൃഷ്ണൻ ഇവരെയൊക്കെ കൂടെ പേടിപ്പിച്ചു. കൃഷ്ണൻ പറഞ്ഞു, ഇവിടെ ഒരു വ്യാഘ്രമുണ്ട്, അത് വന്ന് നമ്മളെ കടിക്കും തിന്നുന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, നമുക്ക് 3 ആൾക്കും ഊഴം വെച്ച് കാവൽ നിൽക്കാം എന്ന് പറഞ്ഞിട്ട് കൃഷ്ണൻ. അപ്പൊ 8 മണിയായിട്ടുണ്ട് രാത്രിയിൽ. കൃഷ്ണൻ പറഞ്ഞു, 8 മണി തൊട്ട് 12 മണി വരെ ബലരാമേട്ടൻ കാവൽ നിൽക്കട്ടെ, അപ്പൊ ഞാനും സ്തോകകൃഷ്ണൻ ഉറങ്ങും. അത് കഴിഞ്ഞ് 12 തൊട്ട് 3 മണി വരെ സ്തോകകൃഷ്ണൻ കാവൽ നിൽക്കട്ടെ, അപ്പൊ ഞാനും ബലരാമേട്ടനും ഉറങ്ങും. അപ്പൊ കൃഷ്ണൻ തുടർച്ചയായിട്ട് ഉറങ്ങുകയും ചെയ്യാം, ബാക്കിയുള്ളവരുടെ ഉറക്കം ഇല്ലാണ്ടാക്കുകയും ചെയ്യാം, രാവിലെ എഴുന്നേക്ക് ആവാം. അങ്ങനെ ബലരാമേട്ടൻ ആദ്യം കാവൽ നിന്നപ്പോൾ ആ വഴിക്കൊരു സിംഹം വന്നു. ബലരാമേട്ടൻ വിചാരിച്ചു, ഇതാണ് കൃഷ്ണൻ പറഞ്ഞ സിംഹം. അതിനെ കലപ്പൊക്കെ വെച്ചിടിക്കാനും ആന്താനൊക്കെ തുടങ്ങി. അത് പരിക്കൊക്കെ പറ്റി കാട്ടിലേക്ക് ഓടിപ്പോയി.
കുറച്ച് കഴിഞ്ഞപ്പോൾ ബലരാമേട്ടൻ തളർന്നു കിടന്നു. സ്തോകകൃഷ്ണന്റെ ഊഴായി. സ്തോകകൃഷ്ണൻ എഴുന്നേറ്റപ്പോൾ ഈ പറയുന്ന സിംഹം കാട്ടിൽ പോയിട്ട് ഫസ്റ്റ് എയ്ഡ് ഒക്കെ ചെയ്ത് തിരിച്ചു വന്നു. തിരിച്ചു വന്നപ്പോൾ ദാ വേറൊരുത്തം നിൽക്കുന്നു. സ്തോകകൃഷ്ണൻ വിട്ടില്ല, ഇടിക്കാനും മാന്താനൊക്കെ തുടങ്ങി. അങ്ങനെ രണ്ടുപേരോട് യുദ്ധം ചെയ്തു. ആകെ കുഴപ്പമായി. പിന്നെ കൃഷ്ണന്റെ ഊഴം വന്നപ്പോഴോ ഇവർ രണ്ടാളും ഇങ്ങനെ കണ്ണു തുറന്ന് കിടക്കുക. കൃഷ്ണനും കെട്ടിട്ടെ കുറച്ച് മാന്തോന്ന് വിചാരിച്ചിരിക്കുകയാണ്. പക്ഷേ യാതൊരു ബഹളമില്ല. സിംഹം രണ്ടാമത് വന്നപ്പോൾ കൃഷ്ണൻ എന്താ ചെയ്തറിയോ? നന്നായിട്ടൊന്ന് ചിരിച്ചു കാണിച്ചു. സിംഹത്തിന് സന്തോഷമായി. അടുത്ത് വന്നിരുന്നു. ഇവർ നോക്കണ സമയത്ത് കൃഷ്ണനും സിംഹവും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയ്ക്കൻ്റെ ഒക്കെ കൊടുക്കണോ, അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെയാ സംസാരിക്കണോ. വളരെ സന്തോഷമായി. നമുക്ക് ജീവിതത്തിലൊരു പാഠാണിത്. സദാ മായാത്തൊരു പുഞ്ചിരിയുണ്ട് ഭഗവാന്റെ മുഖത്ത്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇത് ഇംപ്ലിമെന്റ് ചെയ്യണം. അങ്ങനെയുള്ള ആളുകളെ കണ്ടിട്ടുണ്ടോ? ചിരിക്കാത്ത മനുഷ്യരുണ്ട്, കണ്ടിട്ടുണ്ടോ? ചിരിച്ചു കഴിഞ്ഞ് എന്തോ ഒരു കുഴപ്പമെന്നാണ്. ഞങ്ങളുടെ നാട്ടിലൊരു വില്ലേജ് ഓഫീസറുണ്ട്, അയാൾ ഇതുവരെ ചിരിച്ച് ഞാൻ കണ്ടിട്ടില്ല. സിംഹത്തിന്റെ മുഖമാണ് അയാൾക്ക്. ചില ആളുകൾ അങ്ങനെ ചിരിക്കുകയില്ല, ചിരിക്കുന്ന എന്തോ ഒരു മഹാകുഴപ്പമാണെന്നാണ്. ഒരൊറ്റ അഭ്യർത്ഥന, ആരും കേൾക്കണ്ട, നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി. രഹസ്യമായിട്ടിരിക്കണം, ആരോട് പറയരുത്. എന്താ? ഇന്ന് തന്നെ തീരുമാനിച്ചോളാം. ചിരിക്കാത്ത ഭാര്യയാണെങ്കിൽ ഉച്ചയ്ക്ക് തന്നെ ഡൈവേഴ്സ് ചെയ്തോളാം. ചിരിക്കാത്ത ഭർത്താവാണെങ്കിൽ ഇവിടുന്ന് പോകുമ്പോൾ തന്നെ ചേട്ടൻ എങ്ങടെ പൊക്കോളൂ, ഞാൻ പൊക്കോളാന്ന് പറയാ. കാരണം ജീവിതം നശിപ്പിച്ച് കളയരുത്. ആനന്ദത്തിനുള്ള സാഹചര്യം നമ്മുടെ ചുറ്റിനുമുണ്ട്. പക്ഷെ തൃപ്തിപ്പെടണം നമ്മൾ. സ്നേഹത്തിന്റെ കഥ പറയുമ്പോൾ ഒരു രസമുള്ള കഥ പറയാം. നമ്മൾ ലീലയാകുമ്പോൾ കുറച്ചൊരു രസമാണല്ലോ വെച്ചിട്ടാണ് വേദാന്തൊക്കെ ചുരുക്കി ഇങ്ങോട്ട് പോകുന്നത്. പണ്ടൊരിക്കലും ഒരു അമ്മ ഉണ്ടായിരുന്നു. ഒരു നമ്മൾ ഭാര്യാഭർത്താക്കന്മാർക്ക് വേണ്ട ഒരു കഥയാണ്. ഒരമ്മയും ഒരു മകനും ഉണ്ടായിരുന്നു. അപ്പം ഈ മകൻ എന്ന് പറയുന്നത് അമ്മ അങ്ങനെ താലോലിച്ച് വളർത്തിക്കൊണ്ടതാണ്. വീട്ടിൽ വേറെ ആരുമില്ല. ഈ അമ്മയുടെ ഭർത്താവ് അച്ഛൻ കുറേ കാലം മുമ്പ് മരിച്ചു പോയതാണ്. ഒരു പശുവും കൂടി ഉണ്ട് പിന്നെ വീട്ടിൽ. അപ്പം ഈ പശുവിന് അമ്മ ശുശ്രൂഷ ചെയ്യും. പരുത്തിക്കുരുക്കെ പുഴുങ്ങി കൊടുക്കും, മകന് ദോശ ഉണ്ടാക്കി കൊടുക്കും, പശുവിന് വെള്ളം കൊടുക്കും, മകന് ചോറ് കൊടുക്കും, പശുവിനെ കുളിപ്പിക്കും, മകനെ കുളിപ്പിക്കും. അങ്ങനെ പോവുകയാണ്. അപ്പം 10-28 വയസ്സായപ്പോൾ മകനൊരു കല്യാണമൊക്കെ കഴിപ്പിച്ചു. ഒരു പെൺകുട്ടി അങ്ങോട്ട് വന്നു. പക്ഷേ എന്നിട്ടും അമ്മ തന്നെയാണ് മകന്റെ കാര്യങ്ങളൊക്കെ നോക്കണത്. അപ്പൊ പെൺകുട്ടിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. അവള് വിചാരിച്ചു സാരല്ല, അമ്മ നോക്കാന്ന് വെച്ചാൽ നോക്കിക്കോട്ടെ, എനിക്കിപ്പോൾ അത്ര ജോലി കുറച്ച് ചെയ്താൽ പോരെ എന്നൊക്കെ അവളും വിചാരിച്ചു. അപ്പൊ കുറച്ചങ്ങോട്ട് കഴിഞ്ഞു. അപ്പൊ ഇവർക്കൊരാഗ്രഹമുണ്ട്. 5-6 കൊല്ലം കഴിഞ്ഞിട്ട് ഇവർക്കൊരാഗ്രഹമുള്ള എന്താ വെച്ചാൽ ഒരുമിച്ചിരുന്ന് ഇത്തിരി ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. കാരണം എപ്പോഴെങ്കിലും ഒരുമിച്ച് ഭക്ഷണം കഴിക്കാനിരുന്നാൽ അമ്മ ഇടയിൽ കസേരയായിട്ട് വരും. അപ്പൊ ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. അപ്പൊ ഇവൾക്കൊരാഗ്രഹം ഉണ്ട്, ഒരിത്തിരി ചോറിന്റെ ഉരുള ഇവൾക്ക് കൊടുക്കണം. ഇവൾക്കൊരാഗ്രഹം ഉണ്ട്, ഒരിത്തിരി ഉരുള ഇവന് കൊടുക്കണം. രണ്ടും നടക്കണില്ല. അപ്പൊ ഒരു ദിവസം അമ്മയ്ക്ക് തലകറങ്ങിയ സമയത്ത് അമ്മ പറഞ്ഞു, മോളെ ഞാനേ ഇന്ന് നേരത്തെ കിടക്കുക, നീ വേണം ഇന്ന്. അമ്മ അങ്ങ് കിടന്ന് ഉറങ്ങി. അപ്പോൾ ഇവിടെ ചേട്ടനെ വിളിച്ചു പറഞ്ഞു, ചേട്ടാ അമ്മയ്ക്ക് തലകറങ്ങി കേട്ടോ എന്ന് പറഞ്ഞു. സന്തോഷമായി. കാരണം എന്താ വെച്ചാൽ ഇന്നെങ്കിലും ഒരുമിച്ചിരുന്നിട്ട് ഭക്ഷണം കഴിക്കാമല്ലോ. ചേട്ടൻ വന്നു. പക്ഷെ വന്നപ്പോൾ ഒരു കുഴപ്പം എന്താ വെച്ചാൽ ഒരു ഇടി അങ്ങോട്ട് വെട്ടി, മഴയും തുടങ്ങി, കരണ്ട് അങ്ങോട്ട് പോയി. അപ്പം ഇയാൾ എന്താ ചെയ്തു വെച്ചാൽ ഒരു മെഴുകുതിരി വാങ്ങിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞിട്ട് മെഴുകുതിരിയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു. അപ്പോൾ ഈ പെൺകുട്ടി പറഞ്ഞു, ചേട്ടാ ഇന്ന് വേറെ കറിയൊന്നും വേണ്ട, നമുക്ക് ഒരു മാങ്ങ പറിച്ചിട്ടേ ചമ്മന്തി ഉണ്ടാക്കാം. അങ്ങനെ മുളകൊക്കെ ഇടിച്ച് ചമ്മന്തിയൊക്കെ ഉണ്ടാക്കി രണ്ടാളും കൂടി ഇരുന്നു. അങ്ങനെ ആദ്യമായിട്ട് ജീവിതത്തിൽ ഒരു ഉരുള ഇവനെടുത്തു, ഇവൾക്ക് കൊടുത്തു. മാങ്ങാ ചമ്മന്തിയൊക്കെ എണ്ണാക്കിലും നാക്കിലൊക്കെ തേച്ച് പിടിപ്പിച്ചു. സന്തോഷമായി. അങ്ങനെ 8 മണിക്ക് തുടങ്ങിയ കഞ്ഞി കൂടി 11:30 വരെ നീണ്ടുപോയി. അങ്ങനെ വിശാലമായിട്ട് കഞ്ഞിയൊക്കെ കുടിച്ചു, ഒക്കെ കഴിഞ്ഞു. കലമൊക്കെ വടിച്ചു വെച്ചു. പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ അമ്മ എഴുന്നേറ്റ് വന്നു. അമ്മ ചോദിച്ചു, മോളെ പഴങ്കഞ്ഞി ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അവൾക്കൊരു ചെറിയ ചമ്മലുണ്ട്. കാരണം സാധാരണ കഞ്ഞി ബാക്കി ഉണ്ടാവുന്ന 3 ആൾ കുടിച്ചാൽ ഇന്നിപ്പോൾ ഒരു തുള്ളി കഞ്ഞില്ല. അപ്പോൾ അവള് പറഞ്ഞു, അമ്മ കഞ്ഞി തീർന്നു പോയി. അപ്പം അമ്മ വിചാരിക്കുകയും അതെന്തൊരു കഞ്ഞി കൂടി ആയിപ്പോയി എന്നൊക്കെ അമ്മ വിചാരിക്കുകയും ചെയ്തു. ഏതായാലും പറഞ്ഞു, എന്നാൽ ഒരു കാര്യം ചെയ്യുന്ന പോയിട്ട് കുറച്ച് ഓല എടുത്തുകൊണ്ട് വരൂ, നമുക്ക് ചായ ഉണ്ടാക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ ഇവള് പുറത്തേക്ക് പോയി ഓലൊക്കെ എടുത്തുകൊണ്ട് വന്ന സമയത്ത് അമ്മ പറഞ്ഞു, നീ അവിടെ നിൽക്കാൻ പറഞ്ഞു. നീ എന്ന് മുതൽ എന്നോട് കള്ളം പറയാൻ തുടങ്ങിയെന്ന് ചോദിച്ചു. അപ്പോൾ അവള് പറഞ്ഞു, ഞാൻ കള്ളൊന്നും പറഞ്ഞില്ലല്ലോ, ഞാൻ നിന്നോട് ചോദിച്ചാണോ പഴങ്കഞ്ഞി ഉണ്ടോന്ന്. അമ്മേ അത് തീർന്നു പോയതാ അമ്മേ, നീ ആ കലം തുറക്കാൻ പറഞ്ഞു. അപ്പം അവള് പോയി കലം തുറന്നു നോക്കിയപ്പോഴേ ഒരു കലം കഞ്ഞി ഒരു വ്യത്യാസമില്ലാണ്ടിരിക്കുകയാണ്. ഒരു വ്യത്യാസമില്ല, പൊട്ടിച്ചിട്ടും കൂടെ അല്ലേ ആ കഞ്ഞി. അപ്പോഴാണ് അവൾ ആലോചിച്ചത്, അപ്പൊ പിന്നെ ഇന്നലെ മാങ്ങാ ചമ്മന്തിയും കൂടെ കൂട്ടി കഴിച്ചത് അപ്പോഴല്ലേ കണ്ടത്. ഇന്നലെ കഴിച്ചത് പശുവിന് കൊടുക്കാൻ വെച്ചിരുന്ന ഒരു കലം പരുത്തിക്കുരുവായിരുന്നു. ഇതാണ് സ്നേഹം എന്നുവെച്ചാൽ സ്നേഹമുള്ളവർ പരുത്തിക്കുരു പുഴുകി കൊടുക്കാനല്ല കേട്ടോ, മറിച്ച് ആ സ്നേഹത്തിന് മുമ്പിൽ വേറൊന്നുമില്ല. എത്ര ആനന്ദമാണ് നമുക്ക് ആ അവസ്ഥയിൽ ഉണ്ടാവുക. ജീവിതത്തിൽ ഏത് പ്രതിസന്ധിയിലും നമ്മൾ ഹൃദയത്തെ സദാ സന്തോഷഭരിതമാക്കുക, സദാ നമ്മൾ ആനന്ദവാന്മാരായിരിക്കുക. അത് ചെറിയ ജീവിതമായിക്കോട്ടെ വലിയ ജീവിതമായിക്കോട്ടെ, എത്ര ചെറിയ ജീവിതമാണെങ്കിൽ അങ്ങനെയൊന്നും വ്യത്യാസമില്ല. ഹൃദയപൂർവ്വം നമ്മൾ ജീവിക്കുക, സന്തോഷഭരിതമായി. ബാലലീലകളൊക്കെ പഠിക്കുക എന്ന് പറയുന്നതിനേക്കാളൊക്കെ ഉപരിയായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ കൃഷ്ണൻ എന്തെല്ലാം കാര്യങ്ങളാണ് ആ കുട്ടികളെ ഒരു നിമിഷം ചിരിപ്പിക്കുന്ന ആളാ കൃഷ്ണൻ എന്ന് പറയുന്ന ഒരു ശ്ലോകമുണ്ട്.
വെറുതെ ചിരിപ്പിച്ചതല്ല ഈ സത്രവേദിയിൽ. എന്താ? ബിഭ്രത്വേണും ജഠരപടയോ ശൃംഗവേത്രേ ജകക്ഷേ വാമേ ബാണോ മസൃണകബളം തദ്ബലന്യങ്കുലീഷു തിഷ്ടൻ മധ്യേ സ്വജന സുഹൃദോ ഹാസയൻ നർമ്മഭിസ്വൈ. എന്നുവെച്ചാൽ എന്താ? സദാ ഓരോ തമാശകൾ പറഞ്ഞ് ആ കുട്ടികൾക്ക് ചോറ് കഴിക്കാനുള്ള ഇടവേള പോലും കൊടുക്കാതെ ഭഗവാൻ അവരെ ആനന്ദിപ്പിച്ചു കൊണ്ടിരുന്നു എന്നാണ്. നമ്മുടെ ജീവിതത്തിലും ഹൃദയപൂർവ്വം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതാണ്. അതാത് കാലങ്ങളിൽ നമ്മൾ ചെയ്യേണ്ട ആനന്ദ വൃത്തികൾ. ഇവിടെ അഷ്ടാംഗയോഗ തത്വമായിരിക്കുന്ന കൃഷ്ണ തത്വത്തെ അല്ലെങ്കിൽ ആ സമാധി തത്വത്തെ ഹൃദയപൂർവ്വം നമ്മൾ സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ ജന്മങ്ങളിലൂടെയുള്ള പ്രയാണമാണ്. പക്ഷേ ഒരു കാര്യം നമ്മൾ ഓർക്കണം, എല്ലാ യാത്രകളും അവസാനിക്കേണ്ടത് വിശ്രാന്തിയിലാണ്. എല്ലാ ലീലകളും ചെന്ന് അവസാനിക്കുന്നത് ശൂന്യമായിരിക്കുന്ന അമ്പാടിയുടെ നിശ്ചേഷ്ടിതമായിരിക്കുന്ന അവസ്ഥയിലാണ്. കാരണം അങ്ങനെ തന്നെയാണ് വേണ്ടത് ജീവിതത്തിൽ, ഓരോ കാലഘട്ടത്തിൽ ചെയ്യേണ്ടത്. വിവേകാനന്ദ സ്വാമിജി അവസാന കാലത്ത് വങ്കഗംഗയിലേക്ക് കെട്ടി ഉയർത്തപ്പെട്ടിരിക്കുന്ന ആ ഒറ്റ മുറിയിൽ കഴിഞ്ഞിരുന്നു. അവിടെ ഇരുന്നു കൊണ്ട് അദ്ദേഹം സിസ്റ്റർ നിവേദിതയ്ക്ക് കത്തെഴുതി. ഹേ നിവേദിത, കഴിഞ്ഞ 10 വർഷക്കാലം ഞാൻ പ്രചണ്ഡ വായു പോലെ ഓടി നടന്നു പിരമിഡുകളുടെ കെയ്റോയിലൂടെ, ഉഗ്രപുരാതനമായിരിക്കുന്ന കോൺസ്റ്റാന്റിനേപ്പിളിലൂടെ, ഏഥൻസിലൂടെ. പക്ഷേ ഇതാ എല്ലാ യാത്രകളും അവസാനിച്ചിരിക്കുന്നു. ഈ വങ്കഗംഗയിലേക്ക് കെട്ടി ഉയർത്തപ്പെട്ടിരിക്കുന്ന ഈ മുറിയിലിരുന്ന് ആ ഗംഗ ഒഴുകിപ്പോകുന്ന രാത്രിയുടെ അന്ത്യയാമങ്ങളിലും അതിൻ്റെ ഓരോ തലങ്ങളിലും എത്രത്തോളം ഏകാന്തതയാണ് എന്നെ ഇപ്പോൾ സ്പർശിച്ചു കൊണ്ടിരിക്കുന്നത്. ആ നിലാവ് പൊഴിഞ്ഞു വീഴുന്ന ഗംഗാ തീരങ്ങളിലും ആ ഗംഗയുടെ ചുറ്റോളങ്ങളിലും വല്ലപ്പോഴും മാത്രം ഒരു ചരക്ക് തോണിയിൽ നിന്ന് ഉയർന്നു വരുന്നൊരു തേക്കുപാട്ട് എൻ്റെ നിശബ്ദതയെ ഭഞ്ജിക്കുമ്പോൾ ഞാൻ അനുഭവിക്കുന്ന മഹത്വപൂർണമായിരിക്കുന്ന ഏകാന്തത എത്ര വലുതാണ്. ചിക്കാഗോയിൽ നിന്ന് 2ാമതും ആളുകൾ സ്വാമിജിയെ ക്ഷണിക്കാൻ വേണ്ടി വന്നു പ്രസംഗിക്കാൻ. സ്വാമിജി അവരോട് പറഞ്ഞൊരു വാചകമുണ്ട്, ഐ ആം പ്രിപ്പയറിംഗ് ഫോർ ഡെത്ത് എന്നാണ്. സ്വാമിജിക്ക് മരണവും ഒരു യാത്ര മാത്രമായിരുന്നു. ലോകത്തിലെ എല്ലാ വഴികളും അറിയാവുന്ന ഒരാളാണ്. ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ യാത്രികനാണ് പീറ്റർ മാത്യുസൺ. ആ പീറ്റർ മാത്യുസൺ ഇന്ന് സെൻ ബുദ്ധിസ്റ്റ് ആണ്. അദ്ദേഹത്തിന് വിഖ്യാതങ്ങളായിരിക്കുന്ന ഗ്രന്ഥങ്ങളുണ്ട്. സ്നോ ലെപ്പേർഡ്, അതുപോലെ തന്നെ ദ 9 ഹെഡഡ് ഡ്രാഗൺ റിവർ തുടങ്ങിയിരിക്കുന്ന വലിയ ഹിമാലയൻ അഡ്വഞ്ചേഴ്സ് ഉണ്ട്. ലോകത്തിന്റെ എല്ലാ വഴികളും ഉള്ളം കയ്യിലെ രേഖകൾ എന്ന പോലെ അറിയാവുന്ന പീറ്റർ മാത്യുസൺ ഒരടി പോലും ചലിക്കാതെ ആ ബുദ്ധിസ്റ്റിന്റെ ആശ്രമത്തിൽ, സെൻ ആശ്രമത്തിൽ വളരെ ശാന്തമായിരിക്കുകയാണ്. നമ്മൾ ഇപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്, എല്ലാ ലീലകളും എല്ലാ ചര്യകളും അവസാനിക്കേണ്ടത് വിശ്രാന്തതയിലാണ്. ആ വിശ്രാന്തതയ്ക്ക് മാത്രമാണ് നമ്മളെ ആനന്ദത്തിലേക്ക് എത്തിക്കാൻ സാധിക്കുക. സമാധിസ്ഥമായിരിക്കുന്ന ഋതംപരാപ്രജ്ഞയിൽ നിന്ന് അത് ആർജിച്ചിരിക്കുന്ന ഒരു യോഗി സദാനന്ദ നിരതനായി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുമോ അതെല്ലാം തന്നെ ലീലകളായി പരിണാമം പ്രാപിക്കും. ബംഗാളി ബാബ സ്വാമി രാമയോട് പറയണത് തന്നെയാണ്, നീ മഹാത്മാക്കളുടെ അടുത്ത് പോയിട്ട് ഒന്നും ചോദിക്കേണ്ട, ഒന്നും പറയണ്ട, മൗനമായിട്ടിരിക്കുക. വിശ്രാന്തി അറിയാതെ നിന്റെ ഉള്ളിലേക്ക് പ്രസരിക്കുന്നത് നിനക്ക് തന്നെ കാണാൻ സാധിക്കും. ഇതാണ് കൃഷ്ണാവതാരത്തിലൂടെ നമ്മൾ ചരിച്ചിട്ട് സാവധാനം എത്തിച്ചേരേണ്ടതായിരിക്കുന്ന തത്വദീക്ഷ. പ്രശാന്തതയുടെ മടിത്തട്ടിലേക്ക്, ആ ഋതംഭരാപ്രജ്ഞയുടെ ഏറ്റവും സുഗമമായിരിക്കുന്ന വഴികളിലേക്ക്, സാധനാപൂർണമായ വഴികളിലൂടെ, സ്വശരീരമാകുന്ന ഗോകുലത്തിൽ ഓരോരോ തലങ്ങളിലൂടെ നമ്മൾ അതിനെ കൊണ്ടുവന്നിട്ട് വേണ്ട രീതിയിൽ ഈ ജീവിതത്തെ ഉപയോഗപ്പെടുത്തണം. പരീക്ഷിത്ത് മഹാരാജാവ് എത്രത്തോളം സുശക്തമായിട്ടാണ് തൻ്റെ വഴി ഉപയോഗപ്പെടുത്തിയത്, എത്രത്തോളം ഉദാത്തമായിട്ടാണ് അദ്ദേഹം തൻ്റെ സ്വരൂപത്തെ ധ്യാനിച്ചറിഞ്ഞിട്ട് മുക്തിർ ഹിത്വ അന്യഥാരൂപം സ്വരൂപേണ വ്യവസ്ഥിതി എന്ന ധർമ്മതത്വത്തിലേക്ക് അദ്ദേഹം ഉയർന്നുപോയത്. സദാ ആനന്ദനിരതരായി അറ്റ് പ്രസന്റ് മൊമെന്റിൽ എത്രത്തോളം നമുക്ക് ഈ ജീവിതത്തിൽ ഒരു നിമിഷമാണ് കിട്ടുന്നതെങ്കിൽ ആ നിമിഷത്തെ ആനന്ദത്തിൽ ആറാടിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോയാൽ കൃഷ്ണനെ നേരിട്ട് തന്നെ കാണാൻ പറ്റും. സംശയമൊന്നും അതിന് വേണ്ട. അതുകൊണ്ട് ആ വിശ്രാന്തതയിലേക്ക്, ആ തത്വദീക്ഷയിലേക്ക് നമ്മളെ നയിക്കുകയാണ് ഭാഗവതം. അതിന് ഏത് ഭാഗം എടുത്താലും, എത്രത്തോളം ലീലകൾ നമ്മൾ അനുസ്മരിച്ചാലും, എത്രത്തോളം കഥകൾ നമ്മൾ പറഞ്ഞാലും, ഭാഗവത കഥകളിലെ ബ്രഹ്മാകാര വൃത്തി ഒരിക്കലും നമ്മൾ വിട്ടുപോകാൻ പാടില്ല. ഏതൊരു തത്വത്തെയാണോ ഭാഗവതം പ്രകാശിപ്പിക്കുന്നത് ആ തത്വത്തെ അനുഷ്ഠാനത്തിലൂടെ അല്ലാതെ നമുക്ക് കിട്ടുകയില്ല. എത്രത്തോളം നമ്മൾ മുന്നോട്ട് പോകും അതൊക്കെ അവിടെ എവിടെയായിട്ട് പ്രകാശിപ്പിക്കുന്നുണ്ട്. കാരണം അതിനെന്താ വേണ്ടത്? വൃന്ദാവനം പോലുള്ള സത്സംഗ കേന്ദ്രങ്ങളിൽ പോയിരിക്കുക. ഇവിടെ നമ്മൾ കാണുന്നുണ്ട് ബാലലീലകളൊക്കെ തുടങ്ങി പതുക്കെ പതുക്കെ ഉലൂകല ബന്ധനമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ബഗാസുരവധവും വത്സാസുരവധവും ധേനുകാസുര നിഗ്രഹമൊക്കെ കാണുമ്പോൾ അത് ഉണ്ടാവണത് എന്താ വെച്ചാൽ കംസൻ എന്ന് പറയുന്ന രജോഗുണയുക്തമായിരിക്കുന്ന ശരീരത്തിന്റെ ആ രാജസഭാവം എല്ലാം തന്നെ സാധനയിൽ ഉണ്ടാക്കുന്ന വിഘ്നങ്ങളായിട്ട് തന്നെ കണക്കാക്കണം. അവിടെ തൃണാവർത്തൻ എന്ന് പറയുന്നതും അതുപോലെ തന്നെ ശകടാസുരൻ എന്ന് പറയുന്നതൊക്കെ ആവരണ വിക്ഷേപാദികൾ തന്നെയാണ്.
ആ യശോദാമ ഉണ്ണിയെ മടിയിലെടുത്ത് ഇരിക്കുന്ന സമയത്ത് ഉണ്ണിക്ക് ഭാരം കൂടി എന്നൊരു പ്രയോഗമുണ്ട്. മഹിമ എന്ന ശക്തിയാണ് അവിടെ. അതൊക്കെ യോഗതത്വങ്ങളായിട്ട് തന്നെയാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നത്. ആന്തരികമായ അന്വേഷണം. പശുക്കുട്ടിയെ കാണാതെ കൃഷ്ണൻ തിരഞ്ഞെടുക്കുന്ന ഒരു രംഗമുണ്ട്. ഒരു ഗോപികയുടെ വീട്ടിൽ കയറിയിട്ടേ ആ ഒരു വലിയ വെണ്ണക്കലത്തിന്റെ അകത്ത് തലയിട്ടിട്ട് നോക്കുന്ന സമയത്ത് ഗോപിക വന്ന് ചോദിക്കും, നീ എന്താ ഇപ്പൊ ഇവിടെ നോക്കണത്? അയ്യോ, എനിക്ക് വീട് മാറിപ്പോയി, ഞാൻ എൻ്റെ പശുക്കുട്ടിയെ കാണാതെ പോയത് നോക്കുകയാണെന്ന് പറയാണ്. എന്താ അതിനർത്ഥം? പശു, പാശം, പതി, ഇത് മൂന്നും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അതായത് ജീവനാകുന്ന ആ സാക്ഷാൽ ചിതാഭാസനെ അല്ലെങ്കിൽ ചൈതന്യ സ്വരൂപനെ നമ്മൾ എപ്പോഴും പശുഭാവം, വീരാരാധന, കൗളമാർഗതന്ത്രത്തിലൊക്കെ തന്ത്രശാസ്ത്രത്തിന്റെ ശൈലിയിൽ നമ്മൾ ഭാഗവതം നിരീക്ഷിക്കുമ്പോൾ ഗോലോകം, ഗോകുലം എന്നൊക്കെ പറയുമ്പോൾ അത് യഥാർത്ഥത്തിൽ ശരീരാധിഷ്ഠാനം തന്നെയാണ്. ആധാരചക്രങ്ങളെ ഭേദിച്ചുകൊണ്ട് എങ്ങനെയാണോ ആ സഹസ്രാരാംബുജാരൂഢ എന്നൊക്കെ നമ്മൾ സഹസ്രനാമത്തിൽ കാണുന്ന അമൃതവർഷിണി എന്ന് പറയുന്ന തത്വത്തിലേക്ക്, ഗോവിന്ദ പട്ടാഭിഷേകം വരെ നമ്മളാവുമ്പോഴേക്കും ആ അമൃതാപ്ലാവനം, അമൃതാഭിഷേകത്തിലേക്ക് നമ്മൾ വരികയാണ്. അപ്പൊ ബാലലീലകൾക്കൊക്കെ ഉള്ള ആന്തരികാർത്ഥം തന്നെയാണ്. വായിൽ മണ്ണ് കഴിച്ചിട്ട് വിശ്വരൂപ ദർശനം കാണുമ്പോഴും അഖില ബ്രഹ്മാണ്ടങ്ങളും എൻ്റെ ഉള്ളിൽ തന്നെയാണ്. ജാഗ്രത അവസ്ഥയിൽ പ്രകാശിപ്പിക്കപ്പെടുന്ന ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് അത്രയും, ഈ പ്രപഞ്ചതത്വം എന്ന് പറയുന്നത് അത്രയും എൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ഉണ്ടായി മറയുന്ന ബോധതത്വങ്ങൾ തന്നെയാണ് എന്ന് അടിയുറപ്പിച്ച് നമ്മളെ ബോധിപ്പിക്കുകയാണ് ഭാഗവതം. ഒരേ ഒരു മാത്രമാണ് നമുക്ക് മനനം ചെയ്യാനുള്ളത്. ഈശ്വര സർവഭൂതാനാം ഹൃദയശേ തിഷ്ഠതി അർജുന. ഭഗവാൻ ഹൃദയത്തിൽ തന്നെയാണ് കുടിയിരുത്തപ്പെടേണ്ടത്. ആ ലീലകളൊക്കെ എവിടേക്കും പോവണ്ട, നമ്മുടെ ഉള്ളിലിരുന്ന് കാണാം. അതാണ് കുന്തി മാതാവ് ഒരു ബാലലീലയും കണ്ടിട്ടില്ല. പക്ഷേ കുന്തി മാതാവ് പറയുന്നുണ്ട്, ഹേ ഉണ്ണി, നീ കളിച്ചിരിക്കുന്ന ലീലകളൊക്കെ എനിക്കറിയില്ല എങ്ങനെ പറയണമെന്ന്. ദുഃഖത്തിന്റെ തീച്ചൂളയിൽ നീറിയെരിഞ്ഞിരിക്കുന്ന കുന്തി മാതാവ് തൻ്റെ ഹൃദയപത്മത്തിൻ്റെ ഉള്ളിലാണ് ആ ലീലകളൊക്കെ കണ്ട് ആനന്ദിച്ചത്. നമുക്കും അങ്ങനെ സാധിക്കണം. നമുക്കും ആ ജീവിതവൃത്തിയിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ലീലകൾ അത്രയും ഹൃദയത്തിൽ ആനന്ദമായി കാണണമെന്നുണ്ടെങ്കിൽ തപശ്ചര്യയുള്ളവരായി മാറണം. അതിന് മഹാത്മാക്കളെ സേവിക്കണം. എന്നിട്ട് ഈ ജീവിതം ഭാസുരമാക്കി തീർക്കണം. അതിനെന്താ വഴിയും ചോദിച്ചാൽ ഭാഗവതത്തെ നമ്മൾ തുടങ്ങിയിടത്തേക്ക് തന്നെ മടങ്ങിപ്പോണം. രമണ മഹർഷിയുടെ ആശ്രമത്തിൽ ഒരിക്കൽ മഹർഷി ഇരിക്കുമ്പോൾ ഒരു പക്ഷി വന്നു. ആ പക്ഷി വന്നിട്ട് ഒരു റാന്തലിൻ്റെ ഉള്ളിലേക്ക് പതുക്കെ ഒന്നിങ്ങനെ കയറിയിട്ട് അതിന് പോകാൻ പറ്റണില്ല. തിരിച്ച് അടിയിൽ കൂടിയാണ് കയറിയത്. അടിയിൽ കൂടെ കയറിയിട്ട് അവിടെ അങ്ങനെ ചുറ്റിക്കളിക്കുകയാണ്. അപ്പൊ മഹർഷി പതുക്കെ കുറച്ചു പേരെ വിളിച്ചിട്ട് ഇത് നോക്കിക്കൊള്ളൂ എന്ന് പറഞ്ഞു. കുറെ നേരം നോക്കി നിന്നു. എന്നിട്ട് മഹർഷി ആ പക്ഷിയെ തലകീഴായിട്ട് വെച്ചിട്ട് അടിയിലൂടെ തന്നെ വന്ന വഴിയെ പറത്തി വിട്ടു. എല്ലാവരോടും പറഞ്ഞു പൊക്കോളൂ എന്ന് പറഞ്ഞു. കഴിഞ്ഞു എന്ന് പറഞ്ഞു. എന്താ അതിനർത്ഥം? വന്ന വഴിയെ പോയാൽ നമുക്ക് എത്തേണ്ടടുത്ത് എത്തിച്ചേരാം. ആ തത്വദീക്ഷ നമ്മുടെ ഹൃദയത്തിൽ പ്രകാശിതമാവണം. നമ്മൾ എവിടുന്നാണോ വന്നത്, നമ്മുടെ അസ്തിത്വം, അസ്ഥിഭാതിപ്രിയ സ്വരൂപമായ ശരീരത്തിൽ ഞാനെന്ന ബോധം ഏത് സമയത്താണ് ആവിർഭവിച്ചത്, നാമരൂപാത്മകമായി പ്രപഞ്ചം എപ്പോഴാണ് എന്നിലേക്ക് കടന്നു വന്നത്, ആ നാമരൂപങ്ങളെ എത്രയും ജാഗ്രത അവസ്ഥയിൽ തന്നെ മനനത്തിന് വിധേയമാക്കി ശാസ്ത്രാഭ്യാസത്തിലൂടെ. അതുകൊണ്ടാണ് ഭാഗവതം ശാസ്ത്രം കലൗകീരേണ ഭാഷിതമെന്ന് ഭാഗവതകാരൻ പറഞ്ഞു വെക്കുന്നത്. ശാസ്ത്രം തന്നെയാണ്, യാതൊരു സംശയം വേണ്ട. ഏതൊരു കോണിൽ അതിനെ വീക്ഷിച്ചോളൂ. പക്ഷെ നേരത്തെ പറഞ്ഞ മാതിരി ഗുരുവിന്റെ നികടത്തിൽ നിന്ന് വേണ്ട പ്രകാരത്തിൽ അർത്ഥവാദവാക്യങ്ങളും വിധിവാക്യങ്ങളും ഒക്കെ നമ്മൾ തരംതിരിച്ച് പഠിക്കണം. നമ്മൾ ഗോപി വസ്ത്രഹരണത്തിലേക്കൊന്നും പോയില്ല. ഗോപി വസ്ത്രഹരണം എന്നൊക്കെ പറയണത് വെറുതെ നമ്മൾ പറഞ്ഞു പോവേണ്ട ഒരു കഥയല്ല. മറിച്ച് നമ്മൾ അറിയാം, സന്യാസവൃത്തിയുടെ ഉത്തുംഗമായൊരു മാർഗമാണത്. അതായത് ഗോപികമാരെ പടിപടിയായിട്ട് ഉയർത്തി കൊണ്ടുപോവാണ്. ഭഗവാനെ ആദ്യമായിട്ട് അവര് എന്താ ചെയ്യണത്? കുട്ടി എന്ന രീതിയിൽ കണ്ടു. പക്ഷേ ഗോപികാഗീതം ദാ ഇപ്പോ തൊട്ടു മുമ്പ് സ്വാമിജി മനോഹരമായിട്ട് ഇവിടെ പാരായണം ചെയ്യണത് കേട്ടു. എന്താ അതിൽ പറഞ്ഞത്? നഖലു ഗോപിക നന്ദനോ ഭവാൻ അഖില ദേഹിനാം അന്തരാത്മദൃക് വിഘനസാർത്തിതോ വിശ്വഗുപ്തയേ സഖൗ ദേവാൻ സത്വതാം കുലേ. നഖലു ഗോപിക നന്ദനോ ഭവാൻ. ഭഗവാൻ ഒരു ഗോപിയുടെ മകനല്ല, പിന്നെയോ അഖില ദേഹിനാം അന്തരാത്മദൃക്, ഉള്ളിൽ പ്രകാശിക്കുന്ന ആത്മതത്വം തന്നെയാണ് അവിടുന്ന് എന്ന് അഖണ്ഡിതമായിട്ട് അവർ പറഞ്ഞു വെച്ചാൽ അത് അവരുടെ പരിണാമമാണ്. നമ്മൾ ഇതുപോലെ പരിണമിക്കണം. ആ കുട്ടിയായിട്ട് ഗോപികമാര് കൃഷ്ണനെ കണ്ടു. അവസാനം എന്താ? ആ ഗോപി വസ്ത്രഹരണം ചെയ്യുന്ന സമയത്ത് എന്താ അവിടുത്തെ തത്വം വെച്ചാൽ, ദശനാമി സമ്പ്രദായത്തിലുള്ള സന്യാസവൃത്തിയിലേക്ക് നമ്മൾ പോകുമ്പോൾ കാണാം
ഇന്നും ശൃംഗേരി മഠത്തിലൊക്കെ ചെന്നാല് സന്യാസവൃത്തി സ്വീകരിക്കുന്നതിന് മുമ്പ് അവരുടെ കർമ്മത്തിൻ്റെതായിരിക്കുന്ന എല്ലാ ഉപാധികളും ഉപകരണങ്ങളും അവരെ അവിടെ വെച്ച് പൂണൂലൊക്കെ പൊട്ടിച്ചു കളയും. എന്നിട്ട് കഴുത്തറ്റം വെള്ളത്തില് നഗ്നരായി ഇറങ്ങി നിൽക്കും. എന്നിട്ടോ നഗ്നരായി ഗുരുവിന്റെ അടുത്തേക്ക് 7 അടി നടന്ന് 7 സൂക്തങ്ങൾ ജപിച്ച് പുതിയ ദീക്ഷാനാമമൊക്കെ സ്വീകരിക്കുന്നതോടുകൂടി പഴയ ജീവിതം ആ പൂർവാശ്രമം ഇല്ലാണ്ടാവുകയാണ്. ഇവിടെ ഗോ എന്ന് പറഞ്ഞാൽ പ്രാണതത്വം എന്നാണ് അർത്ഥം. സ്വന്തം ജീവനെ ഉദ്ധരിച്ച് ഏറ്റവും ഉദാത്തമായിരിക്കുന്ന പ്രാണോപാസന ചെയ്ത് ആത്മസാക്ഷാത്കാര തലത്തിലേക്ക് പോകാനുള്ള വലിയൊരു മാർഗമാണ് ഈ ലീലകളിൽ എത്രയും കാണുന്നത്. സമയം കൃത്യം 10:15 ആയിട്ടുണ്ട്. ഇനി നമുക്ക് നിവൃത്തിയില്ല എന്നല്ല, നമ്മൾ നിവൃത്തരാവാൻ പോവുകയാണ്. ഇനി സന്യാസിമാരാണ് ഈ വേദി അലങ്കരിക്കേണ്ടത്. അപ്പം അതിനു മുമ്പ് ഏതായാലും സദ്യയ്ക്ക് പ്രഥമൻ കഴിച്ച് വരണ്ട നാവുകൾക്ക് കഴിഞ്ഞ വർഷം പറഞ്ഞ മാതിരി തന്നെ കുറച്ച് നാരങ്ങാക്കറി വിറച്ചുകൊണ്ട് ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ വിളമ്പാനായിട്ട് ഈ വർഷവും സാധിച്ചു. അത് സ്വാമിജിയുടെയും ഈ സത്രസദസ്സിലുള്ള എല്ലാ ഭഗവത് സ്വരൂപികളുടെയും പാദങ്ങളിൽ, സാക്ഷാൽ ഗുരുവായൂരപ്പൻ്റെ പാദങ്ങളിൽ. ഇവിടെ കഴിഞ്ഞില്ല, അപൂർണ അങ്ങനെയൊന്നുമില്ല. നമ്മൾ ഭഗവാനെ സ്മരിച്ചു, സന്തോഷമായി കുറച്ചു നേരം ഇരുന്നു. ചിരിക്കുന്ന മുഖങ്ങൾ കുറേ നേരം കാണാൻ പറ്റി. അതന്നെ വലിയ സന്തോഷം. എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണെന്നുള്ളതിന് 2 അഭിപ്രായമില്ല. എന്തെങ്കിലുമൊക്കെ വാക്കുകൾ അബദ്ധമായിട്ടുണ്ടെങ്കിൽ അതെൻ്റെത് മാത്രമാണ്. നല്ല കാര്യങ്ങൾ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഇവിടെ ഇരിക്കുന്ന സന്യാസിമാരുടെ മഹത്വം കൊണ്ട് മാത്രമാണെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സദസ്സിനെ ധന്യമാക്കിയ എല്ലാ ഭഗവത് പ്രേമികൾക്കും സർവത്ര ആനന്ദമുണ്ടാവട്ടെ, ചിരിക്കാനിടവരട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഈ വാക്കുകൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും പാദങ്ങളിൽ ഒരു പിടി പന്നൽപ്പൂക്കളായി സമർപ്പിക്കട്ടെ. ഓം കായേന വാചാ മനസ്സേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യൽ സകലം പരസ്മൈ ശ്രീനാരായണായേതി സമർപ്പയാമി. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം തത്സത് ബ്രഹ്മാർപ്പണമസ്തു പരമാത്മനെ.